ിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചനകൾ കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസന്റെ ദൈവനാമത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. Praise the Lord, praise the Lord. കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. പ്രഭാത സമയവും സന്ധ്യാസമയവും 2 ടൈം സോണിലായിട്ട് നാം ദൈവസന്നിധിയിലായിരിക്കുന്നല്ലോ. കർത്താവിന്റെ വചനം ഹല്ലേലൂയ നമ്മളെ ദൈവം ഉദ്ദേശിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ജീവനുള്ള വചനമാണ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. ഈ വചനം നമ്മെ ശുദ്ധി ചെയ്യുന്ന വചനമാണ്. ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ ഇരിക്കുന്ന ഒരു കൂട്ടം ജനങ്ങളെ, ഹല്ലേലൂയ, കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവനെ അനുഗമിക്കുന്നവർ, ആ ഒരു ദൈവിക സാന്നിധ്യത്തില് രാവിലെ സമയം കർത്താവിന്റെ ദാസി ഓർപ്പിച്ചപ്പോഴേ ഒരു കാര്യം എന്നെ വളരെ ചിന്തിപ്പിച്ചു. കുറച്ചുപേരെ എന്ത് ചെയ്തു? എണ്ണ എടുത്തില്ല. ആ എണ്ണ എടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഇല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാ അവരുടെ ഉള്ളിൽ ഇല്ലായിരുന്നു. അവർ ദൈവമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല. കാഹളം എപ്പം കേൾക്കും, എപ്പം നമ്മൾ പോകണം, ഇതൊക്കെ നമ്മളെ ഗൈഡ് ചെയ്യുന്നത്, നമ്മളെ ഈ ഭൂമിയെ നമ്മളെ ഒരുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാം. പലപ്പോഴും ആ പരിശുദ്ധാത്മാവുമായിട്ട് നമുക്കൊരു റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല. എല്ലാം റെഡിയാ, അവരും വന്ന് കാത്തിരിക്കുക. ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് കർത്താവിന്റെ വരവില്. ചിലർ പറയും അയ്യോ ഇനി മടുത്തു, ചിലർ താമസം എന്ന് പറയുന്നത് കർത്താവ് വരുവാൻ താമസിക്കുന്നില്ല. എല്ലാവരും രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാ. അപ്പൊ ഞാൻ ആ ലെവലിലാകണം. അതാണ് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആ പെർഫെക്ഷനിൽ നമ്മൾ ആകാൻ വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. വാക്യം വായിക്കാം. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം. മൂപ്പന്മാരിൽ ഒരുത്തൻ എന്നോട്, വെള്ളം നിലയെങ്കിൽ ധരിച്ചിരിക്കുന്ന ഇവർ ആർ, എവിടെ നിന്ന് വന്നു എന്ന് ചോദിച്ചു. യജമാനൻ അറിയുമല്ലോ എന്ന് ഞാൻ പറഞ്ഞതിനവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവർ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും യാതൊരു ചൂടും അവരുടെ മേൽ തട്ടുകയില്ല. സിംഹാസനത്തിന്റെ മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവുകളിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. അമേൻ. കർത്താവിന് സ്തോത്രം. ജീവനുള്ള വചനമാണ്. ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഞങ്ങൾ ഈ പ്രഭാത സമയം സന്ധ്യാസമയം നിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. രാവിലെ സമയം കർത്താവേ, ആ കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്കി കഴുകിക്കളഞ്ഞ കർത്താവെ, കഴിയവരായി കർത്താവേ, നിന്റെ രാജ്യത്തിൽ ഞങ്ങളായിരിക്കാൻ കർത്താവെ നീ ഞങ്ങളെ വിളിച്ചല്ല കർത്താവെ. അതിനായി ഞങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ വചനം ഞങ്ങളോട് സംസാരിച്ചാട്ട് കർത്താവെ, ആ രക്തത്താൽ ഞങ്ങൾ കഴി ശുദ്ധിരായി ഹല്ലേലൂയ, നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിച്ചുകൊണ്ട് നിന്റെ വരവിൽ കാണുവാൻ, നിന്റെ രാജ്യത്തിൽ കാണുവാൻ കർത്താവിനോടൊത്ത് കർത്താവേ, ഓ ദുഃഖമില്ല, വേദനയില്ല, കഷ്ടതയില്ലാത്ത രാജ്യത്ത് നിന്നോട് പാർപ്പാൻ ഞങ്ങളെല്ലാം അതിനായി ഒരുക്കണമേ. അതിനായി നിന്റെ വചനം ഞങ്ങൾക്ക് കർത്താവേ അവിടുന്ന് കർത്താവേ അപ്പാ ശുദ്ധീകരിച്ച് തന്നാട്ട് കർത്താവേ. ഹല്ലേലൂയ. അവിടുത്തെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കർത്താവേ, സകലമാനുമൂത്തം കർത്താവിനെ അവിടുത്തെ പരിശുദ്ധാത്മാവിനോട് സംസാരിക്കുന്നതിനായി വേണ്ട നിന്നെ വാഴ്ത്തുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജീവൻ തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയെ കേൾക്കണമേ. ആമീൻ, ആമീൻ, ആമീൻ. രാവിലെ സമയം ഒരു പാട്ട് എൻ്റെ മനസ്സിൽ ഇങ്ങനെ വരികയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള ബന്ധത്തിൽ ഒരു ലൈൻ മാത്രം പാടിക്കഴിഞ്ഞാൽ ആളുകൾ ആരും ഇറങ്ങിപ്പോയിരുന്നു. ദൂത് കർത്താവിന്റെ ദൂതാണ്. കുഞ്ഞാട്ടിൻ തേരു രക്തത്താൽ ഞാൻ ശുദ്ധനായി തീർന്നു, താൻ ചങ്കിലെ ശുദ്ധരക്തത്താൽ ഞാൻ ജയം പാടിടും, മഹുതം രക്ഷക സ്തുതി നീനക്കെന്നും, ചേറ്റിൽ നിന്നെ നീ വീണ്ടെടുത്തതിന സ്തുതിക്കും നിന്നെ ഞാൻ ആയുസിൻ നാളെല്ലാം നന്ദിയോടടി വണങ്ങൂ. രക്തത്തിൻ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. അമേൻ, ഹല്ലേലൂയ. ഇവിടെ പാടിയിരിക്കുകയാണ്, രക്തത്തിൻ ഫലമായും വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. ഹല്ലേലൂയ. നമ്മുടെ വായിച്ച വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നു, ഇവർ മഹാകഷ്ടത്തിൽ നിന്നും വന്നവർ, കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവർ സിംഹാസനത്തിന്റെ മുമ്പിലിരുന്ന് രാപ്പകൽ അവനെ ആരാധിക്കുന്നു. കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തുകയും
ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യും. ഹല്ലേലൂയ. കഷ്ടതയുണ്ട് ഈ ലോകത്ത്. നമ്മൾ ഈ കഷ്ടതയിൽ കൂടെ ദൈവം നടത്തിയെങ്കിൽ മാത്രമേ ഈ തേജസ്സിന്റെ ശരീരം, ഈ കഷ്ടത നമ്മളെ തേജസ്കരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നമ്മളെ ഒന്ന് കർത്താവിന്റെ ആ തേജസ് നമ്മളിൽ ഒന്ന് വരണമെങ്കിൽ ചില പ്രോസസ്സിൽ കൂടെ നമ്മൾ കടന്നു പോകണം. ഹല്ലേലൂയ. അനേക എക്സാമ്പിൾ ബൈബിളിലുണ്ട്. നമ്മൾ ഇതൊന്നും പറയുന്നില്ല, നമുക്ക് അതിന് സമയം അനുവദിക്കുന്ന അനുസരിച്ചേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഈ കഷ്ടതയൊക്കെ വരുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നത് അതിനു വേണ്ടിയാ. എന്ന് പറഞ്ഞാൽ കർത്താവ് നമ്മളെ ഈ തേജസ്സിലേക്ക് നയിക്കുക. ഇവിടെ ഇരിക്കുന്നവരെല്ലാം കഷ്ടത്തിൽ കൂടെ വന്നവരാ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ. കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ചില ക്രൂശിന്റെ അവസ്ഥകൾ ദൈവം നമ്മളെ കൂടെ നടത്തുമ്പോൾ നമ്മളിവിടെ ഭാരപ്പെടേണ്ടില്ല. ഒരു കർത്താവിന്റെ ഒരു ദാസൻ ഇങ്ങനെ അയ്യോ അവർക്കൊന്നും കഷ്ടതയില്ലല്ലോ, അവർക്കൊന്നും വേദനയില്ലല്ലോ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴേ ഒരു കുരിശ് കാണിച്ചു. ഹല്ലേലൂയ. കർത്താവേ, എൻ്റെ ഈ കുരിശ് എന്താ ഇത്രയും വലിയ കുരിശാ, മറ്റവർക്കൊന്നും അത്രയും വലിയ കുരിശില്ലല്ലോ. ഇങ്ങനെ ഇരുന്നപ്പോഴേ ഒരു സ്വപ്നം കാണിച്ചാൽ ഇങ്ങനെയാണ്, എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. ഒരു നദി കടക്കേണ്ടി വന്നു. ഈ കുരിശിന്റെ യാത്രയിൽ, ഈ പരദേശി മോശ യാത്രയിൽ നമുക്ക് ചിലപ്പോൾ ചില നദികൾ, ചില പ്രയാസങ്ങൾ, ചില മലകൾ ഒക്കെയൊക്കെ താണ്ടേണ്ടി വരും. അപ്പോൾ ഈ കുരിശാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ശക്തീകരിക്കുന്നത്, അതിനുള്ള കൃപ തരുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ആ ക്രൂശിലോട്ട് നമ്മൾ നോക്കുമ്പോൾ, ക്രൂശുമായിട്ട് നമ്മൾ നടക്കുമ്പോൾ, ആ കർത്താവുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ നമുക്കൊരു കൃപ കിട്ടും. ആ കൃപയാണ് ദൈവം നമ്മെ നടത്തുന്നത്. ഇതിനിടയ്ക്ക് ഒരു നദി കിടക്കേണ്ടി വന്നു, ചെറിയൊരു തോട് കിടക്കേണ്ടി വന്നു. പക്ഷേ ഈ കുരിശ് അവിടെ വെച്ചിട്ട് വേണം എന്ത് ചെയ്യുന്നത്? ഇതിന്റെ പുറത്തൂടെ അങ്ങേപ്പുറത്തും ക്രോസ് ചെയ്യാൻ. അപ്പൊ എനിക്ക് ഇത്രയും നല്ല നീളമുള്ള ഒരു കുരിശുള്ളവൻ എന്ത് ചെയ്യാൻ പറ്റും? അത് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റും. നമ്മുടെ കുരിശ് കർത്താവേ നീളം കുറവാണെങ്കിൽ ചിലപ്പോൾ അതിനകത്തൂടെ കവർ ചെയ്തില്ല, അങ്ങേ അറ്റം വരെ എത്തത്തില്ല, കൃപ കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ഈ കുരിശൊക്കെ കർത്താവ് തരുന്ന എല്ലാം നന്മയ്ക്കാം. യെശയ്യാ പ്രവചനത്തിലെ ഒരു വാക്യമുണ്ട്, അതിന്റെ 53-ാം വാക്യം, 53-ാം അധ്യായത്തിലെ ഒരു വാക്യം ഇപ്രകാരമാണ് പറയുന്നത്. യെശയ്യാ 53-ന്റെ 53-ന്റെ അതിന്റെ 4-ാം വാക്യത്തിലെ, സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചിരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേൽ ആയി, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഇവിടെ എഴുതിയിരിക്കുന്നു, സാക്ഷാൽ നമ്മുടെ വേദനകളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. പക്ഷെ ഇവിടെ കർത്താവ് പറഞ്ഞിരിക്കുന്നു, നമ്മുടെ വേദനകളെ ചുമന്നു, നമ്മുടെ അകൃത്യത്തിന് വേണ്ടി അവൻ പരിഹാരമായി. പക്ഷെ ഇതെങ്ങനെ പരിഹാരം നടത്തും എന്നുള്ളത് 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. 11-ാം വാക്യം, നീതിമാനായ എൻ്റെ ദാസൻ തന്റെ പരിജ്ഞാനം കൊണ്ട് പലരെയും നീതീകരിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിജ്ഞാനം ഇവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കാതെ, കർത്താവിന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കാതെ, ഹല്ലേലൂയ, യേശുവിന്റെ നാമം, അവന്റെ നാമത്താൽ നാം ശുദ്ധീകരിക്കപ്പെടാതെ, വചനത്താൽ നാം ശുദ്ധീകരിക്കപ്പെടാതെ നമുക്ക് സ്വർഗത്തിലേക്ക് ചെല്ലുവാൻ ഒക്കത്തില്ല. ഇവിടെ ഇരുന്ന് ഞാൻ പോകും, അവിടെ ഇതാണ്, ഇങ്ങനെയാണ്, ഞങ്ങളെല്ലാം അങ്ങോട്ട് പോവുക, കർത്താവ് അവൾ വരുമ്പോൾ നമ്മൾ ഒന്നിച്ചങ്ങോട്ട് പോകും. ശരിയാ, കാര്യങ്ങളെല്ലാം ശരിയാ. പക്ഷെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് താമസിക്കുന്നു? നമ്മളെ ഈ പ്രോസസ്സിലാക്കി. ലേഖനത്തിലൊരു വാക്യമുണ്ട്, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം, ആ വാക്യം വായിക്കും, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു നിർമ്മല വസ്ത്രം. ഇവിടെ അവർ കുഞ്ഞാട്ടിന്റെ രക്തത്താൽ അങ്കി അലക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപങ്ങളെ നമ്മൾ ഏറ്റുപറയുന്ന ഒരു അവസ്ഥയാണ്. അങ്കി അലക്കി. അടുത്ത ഒരു വാക്ക് അവിടെ വളരെ ശ്രദ്ധിക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എന്താ? അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ അങ്കി അലക്കി വെളുപ്പിച്ചവർക്ക് മാത്രമേ എന്ത് ചെയ്തുള്ളൂ? സ്വർഗത്തിലെ നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. ബാക്കിയെല്ലാം വലിയ വീരവാദം അടിക്കുന്നവരൊന്നും അവിടെ നമ്മൾ കാണുന്നില്ല. ചിലർ പറഞ്ഞു, കർത്താവേ നിന്റെ നാമത്തിൽ അത് ചെയ്തല്ലോ, ഇത് ചെയ്തല്ലോ, ഞങ്ങൾ ഇവിടെ ഭയങ്കര വലിയ ബലാത്കാരനെ ചിലർ സ്വർഗരാജ്യം അവകാശമാക്കുന്നത്. അടിച്ചങ്ങ് കയറുക, കേസെങ്കിൽ കേസ്, വഴക്കെങ്കിൽ വഴക്ക്, കത്തിയെങ്കിൽ കത്തി, ഉണ്ടല്ലോ, വചനം ഉണ്ടല്ലോ. ഇങ്ങനെയൊക്കെ ചില
ചിന്തകളും ഉപദേശങ്ങളൊക്കെ കടത്തി സഭയെ മുടിപ്പിക്കാനും നശിപ്പിക്കാനും ശത്രു നോക്കിക്കൊണ്ടിരിക്കുക. എന്നാൽ ഒരു കൂട്ടം ജനത്തെ കർത്താവ് എന്ത് ചെയ്യുന്നു? തൻ്റെ രക്തത്താൽ അലക്കി വെളുപ്പിച്ച്, അവിടുത്തെ ആത്മാവിനാൽ ശുദ്ധീകരിച്ച്, അവിടുത്തെ വചനത്താൽ ശുദ്ധീകരിച്ച്, നാമത്തിനാൽ ശുദ്ധീകരിച്ച് ഒരുക്കിക്കൊണ്ടിരിക്കുക. അത് ഈ കൂട്ടർക്ക് അറിയത്തില്ല. ആർക്കും അറിയത്തില്ല. എലിയാവ് അന്ന് കർത്താവെ ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്ന. കർത്താവ് പറഞ്ഞ എന്താ? ഞാൻ എന്നാ ഒരു ശേഷിപ്പുണ്ട്, 1000 പേരെ ഞാൻ എന്ത് ചെയ്തു? ഒരുക്കിയിരിക്കുന്നു. ഇവർ ഈ കഷ്ടത്തിൽ കൂടെ പോകുന്നതും ഈ പ്രോസസ്സിൽ കൂടെ പോകുന്നതും ഒരു മനുഷ്യരും അറിയുന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കും, എന്റെ ദൈവമേ നീ ഒന്നും അറിയുന്നില്ലല്ലോ. എല്ലാം ദൈവം അറിയുന്നുണ്ട്. ദൈവം നമ്മെ എന്ത് ചെയ്യുക? ഒരുക്കിക്കൊണ്ടിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം ലേഖനത്തിലെ ആ വാക്യത്തിനകത്ത് ഒരു കാര്യം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. 3:3 അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ 3:2 യോഹന്നാന്റെ ലേഖനം. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കൾ ആകുന്നു. നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകയാൽ അവനോട് സദൃശനാകും. ഹല്ലേലൂയ. ഇവിടെ കർത്താവ് എന്ത് ചെയ്യുക? നിർമ്മലനായിരിക്കുന്നത് പോലെ അവൻ നിർമ്മലൻ. വെള്ളം നിലയെങ്കിൽ ധരിച്ചു വെച്ചിരിക്കുക. വെള്ളം നിലയെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വൈറ്റ് വസ്ത്രം, ശുഭ്രമായ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കർത്താവിന്റെ പരിശുദ്ധിയാ. പരിശുദ്ധൻ പരിശുദ്ധൻ എന്നവർ രാപ്പകൽ അവർ ആരാധിച്ചുകൊണ്ടിരിക്കുക. ഇല്ലേ? നമ്മൾ വായിച്ച വാക്യത്തില് ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് നിർമ്മലനായിരിക്കുന്നത് പോലെ അവിടുത്തെ ആ നിർമ്മലത നമ്മളിൽ വരണം. അതാണ് കർത്താവ് നമ്മളെ പറ്റി ആഗ്രഹിക്കുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എഴുതിയിരിക്കുന്നു, ഇവിടെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഈ പ്രത്യാശ എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? എന്താണ് എഴുതിയിരിക്കുന്നത്? നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. ദൈവം നമുക്ക് ഒരുക്കുന്ന ആ ശരീരം, ആ തേജസ്സിന്റെ ശരീരം എങ്ങനെ ഇരിക്കും, എപ്രകാരം ഇരിക്കും എന്ന് നമുക്ക് ഇതുവരെയും മനസ്സിലായിട്ടില്ല. ആർക്കും അറിയത്തില്ല. പൗലോസ് അതിനെപ്പറ്റി പറയുന്നത്, ദൈവം തനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ. അതേപോലെ തന്നെ പൗലോസ് പറഞ്ഞു, ഒരു വിത്ത് നിലത്ത് വീണ് മുളച്ചാല് ആ വിത്ത് പോലെ അല്ല ഇരിക്കുന്ന അതിന്റെ എന്ത് ചെയ്യാ? വൃക്ഷം. ഇല്ലേ? എൻ്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയി കിട്ടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് നമുക്ക് വേണ്ടി ആ ഒരുക്കുന്ന ശരീരം അത് ഒന്ന് രൂപാന്തരം പ്രാപിക്കണമെങ്കിൽ ഹല്ലേലൂയ അവന്റെ ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ക്രിയ ചെയ്യണം. ഹല്ലേലൂയ. ആ ഒരു ശക്തിക്ക് വേണ്ടിയാണ് നാം ദൈവത്തോട് യാചിക്കേണ്ടത്. കർത്താവേ, അതിനായിട്ട് എന്തൊക്കെ ചെയ്യാം? ഇവിടെ നമ്മൾ വായിച്ച വാക്യത്തില് അവിടുത്തെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് കുഞ്ഞാടിന്റെ രക്തത്തിൽ നമ്മൾ അങ്കി അലക്കുക. ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അലക്കി ഒരു രക്ഷ പ്രാപിക്കണമെന്നുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡിനാവാം. നമുക്കത് നമ്മൾ അതിനകത്തൊന്നും പ്രോസസ് ചെയ്യേണ്ട. രക്ഷ ദൈവത്തിന്റെ അധ്യായത്തിൽ തന്നെ, വെളിപ്പാട് പുസ്തകത്തിൽ തന്നെ ഉണ്ട്. രക്ഷ ദൈവത്തിന്റെ ദാനം. ഹല്ലേലൂയ. നമ്മൾ പാട്ട് പാടുമല്ലോ, രക്ഷാദാനമോ അതെത്ര മാധുര്യം എന്ന പാട്ട് പാടും. ആ രക്ഷ ദൈവത്തിന്റെ ദാനമാ. അതിന്റെ 10-ാം വാക്യത്തില് രക്ഷ എന്നുള്ളത്, വെളിപ്പാട് പുസ്തകം 7:10 രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം ആകുന്നു എന്നവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. പൗലോസ് ഇതിനെ പറ്റി പറയുന്നത്, ഈ രക്ഷ നമുക്ക് എന്താ? അവന്റെ രക്തത്താൽ നമ്മുടെ അതിക്രമം എന്ന മോചനം സൗജന്യമായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എല്ലാവരും ഈ ദുരുപദേശക്കാരെന്താ ചെയ്യുന്നതെന്നറിയാമോ? രക്ഷ സൗജന്യമാ, നിങ്ങൾ നമ്മളൊന്നും ചെയ്യേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഇനിയിപ്പോ നമ്മളൊന്നുമില്ല, നമ്മളതങ്ങ് എന്ത് ചെയ്യണം? വിശ്വസിക്കണം. കാര്യം ശരിയാ, നമ്മൾ വിശ്വസിക്കണം. വിശ്വസിക്കുന്നത് രക്ഷയുടെ നാമത്തെ സ്റ്റെപ്പ്. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പറയുന്നത് അങ്കി അലക്കി വെളുപ്പിക്കണം. ഹല്ലേലൂയ. ഈ വെളുപ്പിക്കണം എന്നുള്ള ഇനി നമ്മുടെ ബൈബിളിൽ നമ്മളത് വായിക്കുമ്പോഴേ പൗലോസ് പുസ്തകത്തിനകത്ത് അതിനെപ്പറ്റി പറയുമ്പോഴേ സാന്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണം. ഹല്ലേലൂയ. അത് ഈ അങ്കി അലക്കുക എന്ന് പറഞ്ഞാൽ ജസ്റ്റിഫിക്കേഷൻ,
പിന്നെ അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സാങ്ക്ടിഫിക്കേഷൻ, വിശുദ്ധീകരണം. അത് കഴിഞ്ഞാണ് പ്രോസസ്സാണ് എന്ത് ചെയ്യുന്നത്? ഗ്ലോറിഫിക്കേഷൻ. ഹല്ലേലൂയ. തേജസ്കരണം. ഈ തേജസ്കരണം എന്ന് പറയുന്നത് നൊടി നേരം നടക്കുന്ന ഒരു സംഭവമാണ്, ഇല്ലേ? 1 കൊരിന്ത്യരിലുണ്ട്. കർത്താവ് ഗംഭീരനാഥത്തോടും ഒക്കെ വരുമ്പോഴേ എന്ത് ചെയ്യുക? നാം നൊടി നേരത്തേക്കുള്ള ലഘുവാകഷ്ടം നാം എന്ത് ചെയ്യുക? കണ്ണിമയ്ക്കുന്നതിനുള്ളിൽ രൂപാന്തരപ്പെടും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡി, ഇമ്മീഡിയറ്റ് ആയിട്ട് അങ്ങ് നടക്കുന്ന സംഭവമാണ്. ഈ രക്ഷ എന്ന് പറയുന്നത് നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മളുടെ ഉള്ളിലാകും. നമ്മൾ എന്ത് ചെയ്യാം? കർത്താവിനോട് വളരുവാൻ, കർത്താവിനോട് ജീവിക്കാൻ ഒരു സ്റ്റാർട്ടിങ്. ഹല്ലേലൂയ. ഈ 2 പ്രോസസ്സിനിടയിൽ നടക്കുന്നത്, ഈ ഗ്ലോറിഫിക്കേഷനും ഈ ജസ്റ്റിഫിക്കേഷനും ഇടയിൽ നടക്കുന്ന പ്രോസസ്സാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ. ഈ അങ്കി അലക്കി വെളുപ്പിക്കണം. ഹല്ലേലൂയ. അതാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ. ഹല്ലേലൂയ. നാം എന്ത് ചെയ്യാം? തന്നെ നിർമ്മലീകരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ നാം കർത്താവിനായിട്ട്, കർത്താവേ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. റോമാലേഖനത്തിൽ പറഞ്ഞപ്പോഴേ നാം ഒരു യാഗമായിട്ട് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. അതിന്റെ പിന്നെ ബിബ്ലിക്കലായിട്ടുള്ള വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ? ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ നാം നമ്മുടെ സ്വയം മനസ്സിലാക്കി, സ്വയം എന്നുള്ള ആ ഒരു സെൽഫ് കർത്താവിന്റെ കരങ്ങളിൽ എന്ത് ചെയ്യുക? കൊടുക്കുക, ക്രൂശിക്കുക, കർത്താവിനോടുകൂടെ ക്രൂശിക്കുക. അതവിടെ ഇരിക്കുന്നിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ നീതി പ്രവൃത്തിയായിരിക്കും നമ്മെ ശുദ്ധീകരിക്കുന്നത്. ഓ, ഞാൻ അത് ചെയ്തല്ലോ, ഞാൻ ഇത്ര മണിക്കൂർ പ്രാർത്ഥിച്ചല്ലോ, ദൈവമേ എനിക്കെന്താ ഒന്നുമില്ലാത്ത, ഞാൻ ശുദ്ധനായല്ലോ, ഞാൻ ഇന്നലെ കള്ളം പറയാതെ എത്ര നേരം പിടിച്ചു നിന്നു. ഹല്ലേലൂയ. അന്നല്ലേ വചനം പറഞ്ഞ എന്താ? നമ്മുടെ സ്വന്തം നീതിക്ക് കൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനൊക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ ശാംശം കൊടുക്കുന്നു, ഞാൻ 3 നേരം ഉപവസിക്കുന്നു, ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ പ്രാർത്ഥിച്ചല്ലോ. അതെ, ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തില് അതിനെ പറ്റി എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അതിന്റെ 9-ാം വാക്യത്തില്, തങ്ങൾ നീതിമാന്മാർ എന്ന് ഉറച്ച് മറ്റുള്ളവരെ ധിക്കരിക്കുന്ന ചിലരെ കുറിച്ച് ഉപമ പറഞ്ഞെന്താൽ, 2 മനുഷ്യൻ പ്രാർത്ഥിക്കാൻ പോയി. ഞാൻ എല്ലാം വായിക്കുന്നില്ല. അങ്ങോട്ട് ഒരുത്തൻ എന്ത് ചെയ്തു? ചുങ്കക്കാരനെ പോലെ അല്ല, നിന്നെ വാഴ്ത്തുന്നു. അതിന്റെ 12-ാം വാക്യത്തിലെ ആഴ്ചയിൽ 2 വട്ടം ഉപവസിക്കുന്നു, നേടുന്നതിലൊക്കെ ഉപകാരം കൊടുക്കുന്നു. പക്ഷെ ഇതെല്ലാം സ്വന്തം നീതിയാ. നാമും ചിലപ്പോൾ അറിയാതെ ഈ സ്വന്തം നീതി അങ്ങ് പറഞ്ഞു പോകും. ഹല്ലേലൂയ. നമ്മൾ കുഞ്ഞുങ്ങളെ, ഓ നീ പ്രാർത്ഥിക്കണം, അതാണ് ഇതാണെന്നൊക്കെ നമ്മൾ പറയും. എന്ത് പപ്പ പ്രാർത്ഥിക്കുന്നു, ഓ ഞാനും പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഇവിടെ അടുത്ത വാക്യത്തിൽ പറയുന്നു, എന്നാ ഒരുത്തൻ നീതീകരിക്കപ്പെട്ടു പോയി, ചുങ്കക്കാരനോ ദൂരത്ത് നിന്നുകൊണ്ട് സ്വർഗത്തേക്ക് നോക്കുവാൻ പോലും തുനിയാതെ മാറത്തടിച്ച്, ദൈവമേ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ, നീതീകരിക്കപ്പെട്ടവനായി വീട്ടിൽ പോയി. ഹല്ലേലൂയ. ഇവിടെ പാപിയായ എന്നോട് കരുണയുണ്ടാകണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവേ നിന്റെ നീതി എനിക്ക് എന്ത് ചെയ്യണം? തരണം. കർത്താവേ നിന്റെ ദയാൽ. കൊലോസ്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിക്രമങ്ങളാലും പാപങ്ങളാലും നാം എന്ത് ചെയ്തു? മരിച്ചവരായിരിക്കുന്നു. അവരുടെ കരുണ നിമിത്തം, കരുണയാലും കൃപയാലും അത്രയും നാം എന്ത് ചെയ്യാം? രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കൃപ, കർത്താവേ നിന്റെ കൃപയാകുന്നു. കർത്താവേ ഹല്ലേലൂയ. എനിക്ക് ഒരു യോഗ്യതയും ഇല്ല, പറയുവാനൊന്നുമില്ല. ഞാൻ പൗലോസ് ഇതിനെപ്പറ്റി പറയുമ്പോൾ, ഞാൻ അധ്വാനിച്ചിട്ടില്ല, എന്നോടുകൂടെയുള്ള ദൈവത്തിന്റെ കൃപയത്രേ അധ്വാനിച്ചത്. ഹല്ലേലൂയ. അപ്പൊ നാം ഓരോ വാക്കും വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മൾ ചിലപ്പം നമ്മുടെ സ്വയം ചിലപ്പോൾ ഒന്ന് പറയാം, കർത്താവേ അതിനെല്ലാം വന്നു പോയെങ്കിൽ കർത്താവേ നിന്റെ ആത്മാവിനാൽ നിന്നെ ശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ കർത്താവിന്റെ രക്തത്താൽ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനത്താലും ഒരു ശുദ്ധീകരണം നമുക്ക് വരണം. ഹല്ലേലൂയ. എഫെസ്യ ലേഖനത്തിൽ അത് ക്ലിയർ ആയിട്ടുണ്ട്. വചനത്താൽ എന്ത് ചെയ്യുക? വചനത്താലും ആത്മാവിനാലും ഒക്കെ ശുദ്ധീകരിക്കണം. അല്ലെങ്കിൽ ഈ വചനത്താൽ ശുദ്ധീകരിക്കുക, ആത്മാവിനാൽ ശുദ്ധീകരിക്കുക എന്ന് പറഞ്ഞാൽ, ദൈവത്തിന്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ, വചനം വായിക്കുമ്പോൾ നമുക്കൊരു ശുദ്ധി കിട്ടും. അല്ലെങ്കിൽ കർത്താവ് ഇങ്ങനെയാണല്ലോ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതം ഇങ്ങനെയല്ലല്ലോ. ഇത് നമ്മളെ തന്നെ എന്ത് ചെയ്യാം? ഒന്ന് ശോധന ചെയ്യുവാൻ സാധിക്കും. പക്ഷെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട്, വേറൊരു വചനം കൂടി ഉണ്ട്. ആത്മാവ് നമുക്ക് എന്ത് ചെയ്യുന്നേ? ആത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം, റേമ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള. അല്ലെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നീ ഇന്നത് ചെയ്യുക, നീ മക്കതോന്യയിൽ എന്ത് ചെയ്യുക? സുവിശേഷം അറിയിക്കേണ്ട, അല്ലെ ആശയം പോയി സുവിശേഷം അറിയിക്കണം.
അറിയിക്കേണ്ട, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓരോ ദിവസവും നമ്മളെ വെളിപ്പാട്. അതാണ് പറഞ്ഞത്, അവൻ പലരെയും തൻ്റെ പരിജ്ഞാനത്താൽ എന്ത് ചെയ്യും? നീതീകരിക്കും. ഹല്ലേലൂയ. അപ്പൊ അത് ആത്മാവ് നമുക്ക് ഉപദേശിച്ച് തരുന്ന വചനത്തിന് അനുസരിച്ച് നമ്മൾ പോകുമ്പോൾ, അതാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ഹല്ലേലൂയ. അപ്പൊ ജഡത്തിന്റെ ജഡം നമ്മൾ പ്രവർത്തിക്കും. ജഡം എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ്, നമ്മുടെ സ്വന്തമായിട്ടുള്ള നമ്മുടെ മൈൻഡിൽ എന്റെ ഹിതം, നമ്മുടെ ഹിതം അല്ലാതെ കർത്താവിന്റെ ഹിതമല്ലാതെ നമ്മുടെ ഹിതം വിധാനം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് ഈ ജഡത്തിന്റെ ചിന്ത എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതിനെ എന്ത് ചെയ്യാം? അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെട്ടി സമർപ്പിച്ച് ഒരു യാഗമായി സമർപ്പിക്കുമ്പോൾ മാത്രമേ ആത്മാവ് നമ്മൾ ക്രിയ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് അനുസരിച്ചാ പോകുന്നത്. ഈ ബുദ്ധിയുടെ പ്രമാണത്തിന് സ്വർഗത്തിൽ നമ്മളെ കൊണ്ട് എത്തിക്കാൻ ഒക്കത്തില്ല. ഹല്ലേലൂയ. ഇപ്പൊ ഈ ആത്മാവിന്റെ പ്രമാണം, അതാണ് രക്തം. നമുക്ക് കർത്താവിന്റെ രക്തത്തിൽ നമ്മൾ കർത്താവ് ശുദ്ധീകരിച്ച്, കർത്താവേ എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് പറയുമ്പോൾ ഈ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കും. പലപ്പോഴും നമ്മൾ മിസ്റ്റേക്ക് ഒക്കെ വരും. നമുക്ക് വേണ്ടി ഒരു കർത്താവോട് സ്വർഗത്തിൽ പക്ഷപാതം ചെയ്യുക. ആബേലിന്റെ രക്തത്തെക്കാളും ഗുണകരമായി സംസാരിക്കുന്ന രക്തം. ഹല്ലേലൂയ. അപ്പൊ നാം നമ്മെ തന്നെ ഏറ്റുപറയാ, കർത്താവേ നിന്റെ രക്തത്താൽ വിടുതലുണ്ടല്ലോ. സാത്താൻ അവിടെ കുറ്റം ചുമത്താൻ വരുമ്പോൾ നാം നമ്മെ തന്നെ കൺഫസ് ചെയ്യുമ്പോൾ കാൽവരി ക്രൂശിലെ രക്തം പറയും, അവന്റെ പാപം എന്ത് ചെയ്ത് ഞാൻ ക്ഷമിച്ച് തന്നിരിക്കുന്നു, നിനക്കിനി ഇവിടെ ഒരു അതുമില്ല. ഐ പെയ്ഡ് ഇറ്റ് ഫുൾ. ആ പാപത്തിന്റെ പരിഹാരം എന്ത് ചെയ്തു? ഞാൻ പേ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അതാണ് അലക്കി വെളുപ്പിക്കുക. നാം കുറ്റം ലേഖനത്തിൽ അത് പറയുന്നു, നാം പാപങ്ങളെ പാപങ്ങളെ ഏറ്റു പറയുന്നുവെങ്കിൽ. 7-ാം വാക്യം, 1-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അടുത്ത വാക്യം, നമുക്ക് പാപം ഇല്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഹല്ലേലൂയ. നാം പാപം ചെയ്തിട്ടില്ല എന്ന് പറയുന്നുവെങ്കിൽ അവനെ അസത്യവാക്കിയാകുന്നു, അവന്റെ വചനം നമ്മിൽ ഇല്ലാതെയാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും, നമ്മൾ ഒരു പ്രാവശ്യം പാപം ഏറ്റു പറഞ്ഞല്ലോ, പിന്നെയും എന്തായി പറയുന്നേ. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. ഹല്ലേലൂയ. എന്നാൽ നമുക്ക് അലക്കി വെളുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും കർത്താവേ, ഓരോ ദിവസവും ഒരു ആത്മാവിന്റെ ഒരു പുതുക്കത്തിൽ, ഹല്ലേലൂയ, ഒരു പുതിയ ഒരു അനുഭവത്തിൽ, ഒരു പുതിയ ആത്മാവ് നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിന്റെ സന്നിധി ജീവിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹല്ലേലൂയ. ഈ വെളുപ്പിക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ആത്മാവ് നമ്മള് സങ്കീർത്തനം 51 വായിക്കുമ്പോ എങ്ങനെയാ പറയുന്നത്? ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ഹല്ലേലൂയ. എഫെസ്യർ അത് പറയുമ്പോഴേ ഇത് ഡെയിലി നടക്കുന്ന സംഭവമാണ്, ഇല്ലേ? ഞാൻ ഡേ ആൻഡ് നൈറ്റ്, അതായത് ഡെയിലി എന്ത് ചെയ്യാ, നാൾക്കുനാൾ ഇതെന്ത് ചെയ്യാ ചെയ്തതിന്റെ ഒരു കാര്യമാണ്, ഇല്ലേ? എഫെസ്യർ പറയുമ്പോഴേ നിങ്ങളെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ചിട്ടില്ലേ? ഹല്ലേലൂയ. ആത്മാവിന്റെ ഒരു പുതുക്കത്തിൽ നമ്മൾ നടക്കണം. അല്ലാതെ ഓടിച്ചെന്ന് കർത്താവ് വരുമ്പോ എണ്ണ പാത്രം തപ്പി എണ്ണ കുപ്പിയും കഴുകി കാണത്തില്ല, ഒന്നും കാണത്തില്ല, ഉള്ള വിളക്കിൽ എന്താ കരിന്തിരിയുമായിരിക്കും, പെട്ടെന്ന് ഹൂ എന്നും പറഞ്ഞുകൊണ്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല. ചിലർ പറയും കർത്താവിന്റെ കാഹളം കേൾക്കുമ്പോ, ഹൂ എന്നുള്ള സൗണ്ട് കേൾക്കുമ്പോ ഓടിച്ചെന്ന് കർത്താവ് എന്നെയും കൂടി എടുത്തോണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് എന്ത് ചെയ്യാം? അതാ പറഞ്ഞ്, എനിക്ക് അങ്ങക്ക് തുറക്കണമേ എന്ന് അവരെന്ത് ചെയ്യാ? പുറകിൽ നിന്ന് മുട്ടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം സെക്കൻഡിനകം നമ്മൾ ചിന്തിക്കുന്നതിനകം കണ്ണിമിക്കുന്നതിൻ്റെ ഇടയിൽ നടക്കുന്ന പ്രോസസ്സാ. അപ്പോഴേ ഈ രക്ഷ നമ്മൾ എളുപ്പം നടക്കും, നമുക്ക് കാര്യങ്ങൾ സാധിക്കും. പെട്ടെന്ന് കർത്താവിനെ ഏറ്റു പറയുമ്പോൾ നമുക്ക് രക്ഷ കർത്താവ് തരും, നമ്മളത് വിശ്വസിക്കണം. അടുത്തത് തേജസ്വീകരണം. ഇതിന് രണ്ടിനുള്ളിലുള്ള കാര്യമാണ് സാന്റിഫിക്കേഷൻ, വിശുദ്ധീകരണം അല്ലെങ്കിൽ ശുദ്ധീകരണം. ഇത് ഇച്ചിരി പ്രോസസ്സാ. ഈ ഒരു പ്രോസസ്സിൽ കൂടെ ദൈവം നമ്മളെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. ജോസഫിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്തു? 105-ാം സങ്കീർത്തനത്തിൽ എങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്? അവന്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരോളം, ഹല്ലേലൂയ, അവനെന്ത് ചെയ്യുക? ഇരുമ്പ് ചങ്ങലകളാ ചില പ്രോസസ്സിൽ കൂടെ ദൈവം നടത്തുമ്പോൾ, ചില ചീച്ചുകളുടെ അനുഭവത്തിൽ കൂടെ നടത്തുമ്പോൾ നാം നിരാശപ്പെട്ടു പോകരുത്. ഹല്ലേലൂയ. ദൈവം എന്നെ എന്ത് ചെയ്യുക? ശുദ്ധീകരിച്ച് കർത്താവിന് വേണ്ടി ഒരു
ആ ഒരു ശുദ്ധവും ശുഭ്രവുമായ ഇല്ലേ വിശേഷ വസ്ത്രം ധരിപ്പാൻ അവർക്ക് എന്ത് ചെയ്തു? കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികളാണ്. അപ്പൊ നമ്മുടെ ഓരോ പ്രവർത്തികളും കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ ശുദ്ധീകരിച്ചു കഴിഞ്ഞ് നാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നതെല്ലാം സൽഗുണങ്ങളെല്ലാം ദൈവം കൗണ്ട് ചെയ്യും. പക്ഷെ നമ്മുടെ ഉള്ളിലെ പാപ സ്വഭാവം ഇരിക്കുക, പാപത്തിന്റെ അംശം ഇരിക്കുക. പാപം എന്ന് പറയുന്നത് കുഷ്ഠരോഗത്തിന് തുല്യമാണ്. ലെപ്രസിയും പാപവും കൂടാണ് ബൈബിളിൽ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരാളോട് ഒരു ഒരു ഗിഫ്റ്റ് ചോദിച്ചു, അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റ് നമുക്ക് ഒരാൾ തരിക, അല്ലെങ്കിൽ നമ്മൾ ഒരു ഫുഡ് നമുക്ക് തരിക, കുഷ്ഠമുള്ള കൈകൊണ്ട് തന്നാൽ നമ്മൾക്ക് എന്തോ തോന്നും? നമ്മളത് വാങ്ങിക്കുമോ? നോ നോ എന്ന് പറയും. അതുപോലെ കാണും നമ്മുടെ ഉള്ളിൽ പാപം ഇരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന നീതി പ്രവർത്തികളും, ഞാൻ 10 ലക്ഷം രൂപ കൊടുത്തു, ഇതൊന്നും ദൈവസന്നിധിയിൽ എന്ത് ചെയ്യുക കണക്കാകുന്നില്ല. ഹല്ലേലൂയ. അതുപോലെ സുബ്രഹ്മണ്യൻ പറഞ്ഞത് ഒന്ന് വായിക്കും. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിലെ എന്റെ സ്വന്തം 10-ാം വാക്യം 9-ാം വാക്യം, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതി അല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണം എന്നും വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഹല്ലേലൂയ. നാം ഈ ലോകത്ത് വലിയ വലിയ കാര്യങ്ങൾ നേടി പലപ്പോഴും ഞാൻ വിചാരിക്കും, കർത്താവേ ഇത്രയോ കാര്യങ്ങൾ, ഞാൻ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിക്കും, കർത്താവേ നമ്മളെ എന്തിനായി പ്രോസസ്. ചിലരോടൊക്കെ നോക്കണം വലിയ വലിയ കാര്യം, നല്ല കർത്താവ് ഭർത്താവിന്റെ വചനം നമുക്ക് വേണ്ടി എഴുതി വെച്ചിരിക്കുന്നത് പലപ്പോഴും നമ്മുടെ മുന്നിലോട്ട് വന്ന് വീഴും. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വചനം. നാം വചനം പഠിക്കുമ്പോഴേ അത് സംഭവിക്കുള്ളൂ. അതാണ് 3 നേരം വചനം കേട്ടാൽ ഈ വചനം നമുക്ക് കുറച്ച് ചിലപ്പോൾ അങ്ങ് പറന്നു പോകും. നമ്മൾ ഇങ്ങനെയൊക്കെ വചനത്തിൽ ഉണ്ടോ എന്ന് നമുക്ക് തോന്നിപ്പോകും. അല്ലേ, അതിനാണ് ഈ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓർപ്പിച്ചുണർത്തുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്, ഇതൊന്ന് ഓർപ്പിച്ചുണർത്തുക. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? അവനിൽ ഇരിക്കേണ്ടതിനും ഏറ്റവും ഇമ്പോർട്ടൻ്റാ നാം കർത്താവിൽ വസിക്കുക, അവിടുന്ന് നമ്മളിൽ വസിക്കുക. പലപ്പോഴും നമ്മൾ ഇതെങ്ങനെ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല എല്ലാവർക്കും. ഞാൻ ഈ വസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം കർത്താവ് നമ്മോട് പറയുന്ന ഒരു കാര്യം നാം ഒബേ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, അത് നമ്മൾ അനുസരിക്കുമ്പോൾ ഹല്ലേലൂയ അവനുമായിട്ട് എന്ത് ചെയ്യുക, കൂട്ടായ്മ ഉണ്ട്. നിങ്ങൾ എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നുവെങ്കിൽ ഇല്ലേ, വിശേഷത്തില് കൂട്ടായ്മയുണ്ട്. നാം ഇത് ഒരു കാര്യം പറഞ്ഞു, കർത്താവ് അത് എനിക്ക് പറ്റിയതല്ല, ഇന്നല്ല നാളെ, ഇങ്ങനൊക്കെ നമ്മൾ ആർഗ്യൂ ചെയ്യുമ്പോഴും കർത്താവിന്റെ വചനത്തെ നമ്മൾ അങ്ങോട്ട് മാറ്റി വെക്കുമ്പോഴും നമ്മുടെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വസിക്കാൻ ഒക്കത്തില്ല. നാം അവനിൽ വസിച്ചിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമാലേഖനത്തിൽ പറയുമ്പോഴേ നാം എന്ത് ചെയ്യാം, നമ്മളെ തന്നെ ഒരു ക്രൂശീകരിച്ച് കർത്താവ് നിന്റെ ആത്മാവിനായി സമർപ്പിക്കുന്ന റെഡിയായിട്ട്, ഇൻസ്റ്റന്റ് ആയിട്ട് റെഡിയായിട്ട് കർത്താവ് പറയുന്നവരെ മതി. കർത്താവിന് അരകെട്ടി എങ്ങനെയാ കർത്താവ് വരുമ്പോഴേ അരകെട്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി വാതിൽ തുറന്ന് ഒരു സെക്കൻഡിനാവും വാതിൽ തുറന്നു കൊടുക്കുന്ന ദാസന്മാർക്കോട് സമൻ. ഹല്ലേലൂയ. അവരെന്ത് ചെയ്യും, കർത്താവിനോടുകൂടെ പന്തിയിൽ ഇരിക്കും. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മുടെ എക്സ്ക്യൂസ് അങ്ങോട്ട് വെച്ച് മറ്റൊരു പറയും, ഇത് രാജാവാ, ഒരു രാജകൽപ്പനയാണ്. പലപ്പോഴും ഈ രാജസംഗതിയിലൊക്കെ വലിയ ഓഫീസിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രത്യേക ഡിസിപ്ലിനാണ്. അവർക്ക് എല്ലാം പറയുന്ന പോലൊന്നും കാര്യങ്ങളൊന്നും അവിടെ നടക്കത്തില്ല. കഴിഞ്ഞ ദിവസം ഈ ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ്, അമേരിക്കയുടെ ഒരു ഫോഴ്സ് ആണ്, പോയി വെനീസിലേക്ക് പോയി അവിടുത്തെ ഏകാധിപതിയെ പിടിച്ചോണ്ട്, മണ്ടോരെ പിടിച്ചോണ്ട് എന്ത് ചെയ്യുക, ഈ അമേരിക്ക കൊണ്ടുവന്നത്. അപ്പൊ ഞാൻ അവരുടെ കാര്യം വായിച്ചപ്പോഴേ ഈ ഡെൽറ്റ ഫോഴ്സുകാർക്ക് ഭയങ്കര റെസ്ട്രിക്ഷനാണ്. അവർക്ക് അവരുടെ ആത്മകഥ പോലും എഴുതാനുള്ള അവകാശമില്ല. റിട്ടയർഡ് ആയി കഴിഞ്ഞ് അവർക്ക് ഒരു മനുഷ്യനോട് സംസാരിക്കാൻ പോലും ഉള്ള അവരുടെ ഇവിടെ ഈ ഓഫീസിൽ എങ്ങനെയാണ് നടക്കുന്നത്, എന്താ നടക്കുന്നത്, എങ്ങനെയാണ് ഇവരിങ്ങനെ ട്രെയിൻ ചെയ്യുന്നത്, ഒന്നും സംസാരിക്കാനുള്ള പെർമിഷൻ പോലും ഇല്ല. അതുവരെ എഴുതി വെച്ച് ഒപ്പിടിപ്പിച്ചിട്ടാണ് അവരോട് എന്ത് ചെയ്യുന്നത്, അവർക്ക് ഈ ജോലി, ഈ ടാസ്ക് കൊടുക്കുന്നത്. ഒരു പ്രത്യേക ഒരു ഗ്രൂപ്പിനെ എടുത്ത് അവർ ട്രെയിൻ ചെയ്തിരിക്കുക. ഹല്ലേലൂയ. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ മഹാകഷ്ടത്തിൽ കൂടെ വന്നവർ, ഒരുപാട് ട്രെയിനിങ് അവർക്കുണ്ട്. മരുഭൂമി കൊണ്ടുവന്ന് വെള്ളം കുടിക്കാതെ, ആഹാരം കൊടുക്കാതെ അവരെ പല ദിവസങ്ങളിലിട്ടും. എന്തിനാ? ഈ ആഹാരം കഴിക്കാതെ എങ്ങനെ ജീവിക്കും, ശരീരം എങ്ങനെ അഡ്ജസ്റ്റ് ആകും. നമ്മൾ വിചാരിക്കും ഇവരൊക്കെ 4 കിലോ ഇറച്ചി നിന്നിട്ടൊക്കെ ആവുന്ന
അവനെ ഇവനെയൊക്കെ പിടിക്കുന്നത്. ചിലപ്പോഴേ ഒരുപാട് പ്രോസസ്സിൽ കൂടി ഇവരെയൊക്കെ ഇങ്ങനെ നടത്തുക. മഴവെള്ളം ഒക്കെ ഇടിച്ചു വരുന്നിടത്ത്, മല ഇളകി വരുന്നിടത്ത്, സമുദ്രത്തിന്റെ ഇടയിൽ ഇങ്ങനെയൊക്കെയുള്ള ഏത് വലിയ ടാസ്കിൽ ഇറങ്ങി ചെല്ലാന്. ഹല്ലേലൂയ. നോക്കിക്കോണേ, ഈ വെനിസ്വേലയുടെ പ്രസിഡന്റിന്റെ വസതിയുടെ മുമ്പില് രാത്രി 2 മണിക്ക് ഹെലികോപ്റ്ററിൽ ഇവർ എന്ത് ചെയ്യാ, ഇവര് കയറി കെട്ടി താഴോട്ട് ഇറങ്ങുക. ഇറങ്ങിയിട്ട് വേണം അവനൊന്ന് ചാടി ഇറങ്ങിയിട്ട് അവന്റെ റൂമിൽ ചെല്ലണമെങ്കിൽ ചെറിയ കാര്യമാണോ? പട്ടാളക്കാരിങ്ങനെ നിൽക്കുക തോക്കും കൊണ്ട്. അത്രയ്ക്കുള്ള വലിയ പ്രോസസ്സിൽ കൂടി ഇവരെ നടത്തിയെങ്കിൽ മാത്രമേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സാധാരണ ജനങ്ങളെയും കൊണ്ടോ പട്ടാളക്കാരെയും കൊണ്ട് സാധിക്കത്തില്ല. ഇവിടെ പറഞ്ഞ ഈ മഹാ കഷ്ടത്തിൽ വന്നവർ. അപ്പൊ സ്വർഗത്തിലെ നമ്മുടെ ഈ വലിയ അവിടെ ഒരു യുദ്ധമൊക്കെ നടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാ, ഈ അവസാനം ഈ സാത്താനോടൊക്കെ പോരാടും. ഹല്ലേലൂയ. അപ്പൊ അതിനൊക്കെ നമ്മളെ ട്രെയിൻ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ വചനവും, ഹല്ലേലൂയ, കാൽവരി ക്രൂശിലെ രക്തവും. പലപ്പോഴും വീഴ്ചകളൊക്കെ സംഭവിക്കാം, ഇല്ലേ? പൗലോസ് യോഹന്നാൻ സുവിശേഷത്തിൽ എന്താ പറയുന്നേ? പലപ്പോഴും എന്ത് ചെയ്യാം, നമ്മള് തെറ്റിപ്പോകും. എന്നാൽ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാ, ഒരു മധ്യസ്ഥൻ അവിടെ പക്ഷപാതം ചെയ്യുന്നു. ഈ കാൽവരി ക്രൂശിലെ രക്തം നമുക്ക് വേണ്ടി സംസാരിക്കുന്നു. അവിടെ വീണെങ്കിലും, ഞാൻ വീണാലും എന്ത് ചെയ്യും, എഴുന്നേൽക്കും. ആ വീണെടുത്ത് കിടന്ന് നമ്മൾ എന്ത് ചെയ്യാ, ഉരുളാതിരുന്നാ മതി. എക്സ്ക്യൂസും പറഞ്ഞ് അവിടെ അങ്ങനെ വാക്യമുണ്ടല്ലോ, ഇവിടെ ഇങ്ങനെ വാക്യമുണ്ടല്ലോ, എന്നാലെന്താ, അങ്ങനെ ചെയ്താൽ എന്താ, ഇങ്ങനെ ചെയ്താൽ എന്താ. ഞാൻ ഓരോ കാര്യങ്ങളൊന്നും പറയുന്നില്ല. പലർക്കും അത് ശരി, ചിലരെ ഓർണമെന്റ്സിനെ പറ്റി സംസാരിക്കും. എന്നാ എല്ലാം ദൈവം നടത്തി, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞോ ഇട്, ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞോ ഇടാതിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഒരു വിധത്തിൽ നടക്കുമ്പോൾ ചിലപ്പോൾ എല്ലാം ദൈവത്തിന് ഒരു ഉദ്ദേശം കാണും. ആ ഉദ്ദേശത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നടക്കുക, ആത്മാവിനെ അനുസരിച്ച് നടക്കുക. നമ്മുടെ ആർഗ്യുമെന്റ് എല്ലാം അവിടെ താഴ്ത്തി വെച്ച്, കർത്താവേ, പരിശുദ്ധാത്മാവേ, നീ എന്നോട് എന്ത് പറയുന്നു, അതിനായി ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. അപ്പം ദൈവം ആ വഴി കൂടെ നമ്മളെ നടത്തും. ഹല്ലേലൂയ. നമുക്ക് ആ ഒബീഡിയൻസ് വരണം. ഹല്ലേലൂയ. അതാണ് തന്നെത്താൻ താഴ്ത്തുന്നവൻ. ആ ഈസോപ്പ് ചെടിയുടെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ. ഈസോപ്പ് ചെടി എന്ന് പറഞ്ഞാൽ തറയിൽ വളരുന്ന ഒരു ചെറിയൊരു ചെടിയാ. ആ ചെടി എടുത്ത് വേണം ഈ രക്തം എന്ത് ചെയ്യുക, തളിക്കുക. മീൻസ് നമ്മളെ തന്നെ താഴ്ത്തണം. ഹാൽമിൽ താഴ്മയുള്ളവർക്കോ കൃപ ലഭിക്കും. ദൈവം ഉന്നതനെങ്കിലും ഉയരത്തിൽ വസിക്കുന്നവനെങ്കിലും മനസ്താപവും മനോവിനയമുള്ളവരോടുകൂടെ വസിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവിടെ ഈ കുഞ്ഞാടിന്റെ രക്തത്തിന് നമുക്ക് കഴിയുമ്പോൾ, കർത്താവേ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്തേഫാനോസിനെ എന്ത് ചെയ്തു അവരെ? അപ്പോസ്തലപ്രവൃത്തിയിലെ 7-ാം അധ്യായത്തിലെ കല്ലെറിഞ്ഞു ഓരോ കല്ല് കിട്ടുമ്പോഴും പൂജന്മാർ ഇവരോട് എന്തെങ്കിലും പറഞ്ഞോ? ഓരോ കയറി കിട്ടുമ്പോൾ സ്തേഫാനോസ് എന്താ പറഞ്ഞേ? പിതാവേ, ഇവരുടെ പാപം ഇവരില് നിർത്തരുതേ എന്ന് പറഞ്ഞ കർത്താവിന്റെ രക്തത്തിന്റെ ആ വചനം. പിതാവേ, ഇവർ ചെയ്യുന്നത് അന്നെന്ന് അറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. ആ ദൈവീക ആ സ്വഭാവം സ്തേഫാനോസിൽ എന്ത് ചെയ്തു? വെളിപ്പെട്ടു. ആ ഏറിന്റെ ഇടയിൽ, നിന്ദിക്കുന്നവരുടെ ഇടയിൽ, ദുഃഖിപ്പിക്കുന്നവരുടെ ഇടയിൽ. ഹല്ലേലൂയ. നമ്മളെ പല വിധത്തിൽ നമ്മൾ എന്ത് ചെയ്യാം, ഹന്നായോട് ആ പിന്നെ ഇങ്ങനെ പറഞ്ഞ് ഓരോ ദിവസവും ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കാം. എന്തും വേണേ പറഞ്ഞ് അന്നായിക്ക് വേണമെങ്കിലും പല ചീത്തകളൊക്കെ വിളിക്കാം. നല്ല സഹിച്ചു. ഹല്ലേലൂയ. അപ്പോഴെന്നാണ് നമ്മൾ വായിക്കുന്നത്, സ്തേഫാനോസിനെ എന്താ സ്വർഗം തുറന്ന് കർത്താവ് എന്ത് ചെയ്യുക, അവിടെ എഴുന്നേറ്റ് നിൽക്കുക, ഇല്ലേ? അവിടെ എഴുന്നേൽക്കുന്ന യേശു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നതായിട്ടാണോ? നിൽക്കുന്നതായിട്ട്. ഹല്ലേലൂയ. നമ്മളെ മാനിക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ മുഴുവൻ കാര്യങ്ങളും, അന്തരങ്ങളെയും ഹൃദയങ്ങളെയും മുഴുവൻ ശോധന ചെയ്യുന്നതും നമ്മുടെ നിരൂപണങ്ങൾ അറിയുന്നതുമായ നമ്മുടെ ദൈവമാണ്. വലിയവനായ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ. ഹല്ലേലൂയ. നമ്മെ മുറ്റുമായ നമ്മൾ വിചാരിക്കും നമ്മളെ ആരും അറിയുന്നില്ല കർത്താവേ, അല്ലെങ്കിൽ എനിക്കിത് എന്താ പറ്റും, ഇങ്ങനെയൊക്കെയുള്ള ആ നിരാശയുടെ വാക്കുകൾ നാം അങ്ങോട്ട് മാറ്റി, കർത്താവേ, ഹല്ലേലൂയ, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് പറഞ്ഞിരിക്കുന്ന സകലതും നന്മയ്ക്കായി. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അതിന്റെ അകത്തിൽ വാക്യത്തിന്റെ റെഫറൻസ് ഇവിടെ ഒന്ന് പറയാമോ? റോമലേഖനം 8:28. 7:28. ഹല്ലേലൂയ. നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായിട്ട്. അതിന്റെ മുകളിൽ ഒരു വാക്യം ഉണ്ടല്ലോ, മുൻ നിയമിച്ചവരെ വിളിച്ചവരെ. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. അതെ. ഹല്ലേലൂയ. ഈ മുൻ നിയമിച്ചവരെ എന്ത് ചെയ്തു? വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചു. ഈ തേജസ്കരിച്ചും ഇരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ഈ നീതീകരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
കർത്താവുമായിട്ട് എന്ത് ചെയ്യുക? ദൈവവുമായിട്ടൊരു സമാധാനം. ഹല്ലേലൂയ. അത് നമ്മുടെ ശിക്ഷ ആ രക്തത്തിൽ നമ്മൊന്ന് കഴുകി ശുദ്ധീകരിക്കുമ്പോൾ നാം ദൈവത്തോട് സമാധാനമായി. ഹല്ലേലൂയ. ആ കർത്താവ് നോക്കുമ്പോൾ ക്രൂശിലെ രക്തം, ഹല്ലേലൂയ, ഇവനെ ഈ രക്തത്താൽ ഇവൻ കഴുകപ്പെട്ടിരിക്കുന്നു, അവൻ ആ കുറ്റം ഏറ്റു പറഞ്ഞു. ഹല്ലേലൂയ. അവനൊരു ദൈവീയ സമാധാനം. ആ പാപത്തിന്റെ ശക്തി അവനിൽ എന്ത് ചെയ്യുക? പിന്നെ കർത്തൃത്വം നടത്തത്തില്ല. നമ്മുടെ ആയുധങ്ങളെ, നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോപം, ക്രോധം, ഇങ്ങനെയൊക്കെയുള്ള ജഡത്തിന്റെ അവയവങ്ങളെ എന്ത് ചെയ്യുക? നീതിക്ക് നാം എന്ത് ചെയ്യുക? ആയുധമാക്കി മാറ്റി. ദൈവത്തിന് നമ്മുടെ അനീതിയുടെ ആയുധങ്ങളായിരുന്നു, ഇപ്പൊ എന്ത് ചെയ്തു? കർത്താവിനായിട്ട് നീതിയുടെ ആയുധങ്ങളായിട്ട് നാം മാറ്റിയപ്പോൾ ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുക? കർത്താവ് നമ്മൾ സന്തോഷിക്കുക. ഇവിടെ തന്നെ ആ സ്തെഫാനോസിന് ഓരോ ഏറും കിട്ടുമ്പോൾ ഹല്ലേലൂയ, സ്തെഫാനോസ് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ആ ക്രൂശിൽ തോട്ടു, കുഞ്ഞാണ് എനിക്ക് വേണ്ടി അറുക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. ഹല്ലേലൂയ. ഞാനും എന്ത് ചെയ്യാം? കർത്താവ് ക്ഷമിച്ചതുപോലെ ഞാനും തമ്മിൽ ക്ഷമിക്കണം. ഹല്ലേലൂയ. ഇത് തന്നെയാണ് ശുദ്ധീകരണം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമുക്കിങ്ങനെ ദേഷ്യം വരിക, ഇതൊക്കെ നമ്മൾ തന്നെ ശോധന ചെയ്യേണ്ട കാര്യങ്ങളാ. എന്ത് ചെയ്യാ? അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ വരും നമുക്കിങ്ങനെ ഭയങ്കര വാശിയും ദേഷ്യവും ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ വിചാരിക്കണം നമ്മൾ ഒരുങ്ങിയിട്ടില്ല, ശുദ്ധീകരണം പ്രാപിച്ചിട്ടില്ല. കർത്താവ് വരാൻ ഇതുകൊണ്ടാണ് താമസിക്കുന്നത്. ഹല്ലേലൂയ. അതിനുവേണ്ടി അതാണ് പറഞ്ഞത്, ഈ മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരിക്കാൻ കഴിയാത്തതിന്. ഈ മോശയുടെ ന്യായപ്രമാണത്തിൽ എന്താ പറഞ്ഞേ? അപ്പോസ്തല പ്രവൃത്തി 13:31 എവിടെ എഴുതിയിട്ടുണ്ട്? മോശയുടെ ന്യായപ്രമാണത്തിൽ നീതീകരണം. മോശം ഒരു കണ്ണിന് പകരം കണ്ണ്, ഇല്ലേ? പല്ലിന് പകരം പല അട്ടി കൊടുത്തോണം, അവനും അടി കൊടുത്തോണം, അപ്പം നീതീകരിച്ചു. എന്നാല് ഇവിടെ എന്താ പറഞ്ഞ? കർത്താവിന്റെ വചനം എന്താ പറഞ്ഞേ? നിന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുക, ചെകിട്ട് തടിക്കുന്നതിന് വേണ്ടി മറ്റേതിനും കാണിച്ചു കൊടുക്കാന്നല്ല. ഹല്ലേലൂയ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ചെവി എന്നങ്ങോട്ട് കാണിച്ചു കൊടുക്കണമെന്നല്ല എന്റെ വചനം. ഹല്ലേലൂയ. നീ അത് ക്ഷമിക്കുക, ദോഷമായിട്ടൊന്നും. കഴിഞ്ഞ ദിവസം ഒരു കർത്താവിന്റെ ദാസനെ ബോംബെയിൽ നിന്നും ഇവിടെ വന്ന് മെസ്സേജ് കൊടുത്തു രാവിലെ, ഈ ഞായറാഴ്ച രാവിലെ, അവിടുത്തെ ഞായറാഴ്ച വൈകിട്ട് ഇന്ത്യയില്. എത്ര പേര് കേട്ടെന്ന് മനസ്സിലായെന്നോ എനിക്കറിയത്തില്ല. അവിടെ ഹിന്ദിയിലാണ് പറഞ്ഞത്. അവസാനം ഞാൻ അല്പസമയം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഞാനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അതേ ഒരു പാസ്റ്ററുടെ മോനായിരുന്നു. ആ മോൻ എന്ത് ചെയ്തു? ആ മോന് ദൈവത്തിന്റെ വഴി വിട്ടിട്ട് വേറൊരു വഴി കൂടെ പോയി, സാത്താന്റെ സേവയിലൊക്കെ ഇങ്ങനെ അങ്ങ് പോയി. ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്ത് ചെയ്തു? ദൈവം പിടിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അവനെ കർത്താവിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അപ്പോഴേ ഒരു പാസ്റ്ററെ കിട്ടി. ഇദ്ദേഹം ഈ സാത്താന്റെ സേവയൊക്കെ ചെയ്തുകൊണ്ടിരിങ്ങനെ ഇരുന്ന സമയത്തായിരുന്നു ഒരു പാസ്റ്റർ വന്ന് പറഞ്ഞു, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. നിന്നോട് ആരാ ഇത് പറഞ്ഞ്? നീയൊക്കെ കള്ളന്മാരാന്നും പറഞ്ഞുകൊണ്ട് ആ പാസ്റ്ററെ എടുത്ത് മുഖത്തിനങ്ങ് എടുത്തങ്ങ് അടിച്ച് ചമ്മന്തിയാക്കി കളഞ്ഞു. ഇങ്ങനെ പോയപ്പോഴും ആ പാസ്റ്റർ എന്തുവാ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്താണ്? നിന്നെ കർത്താവിന്റെ വേലയ്ക്കുള്ളതാ നിനക്ക്. എന്നിട്ട് വേറൊരു കാര്യം പറഞ്ഞു, നിനക്ക് 3 അടി കിട്ടും. അതോടെ 3ാമത്തെ അടിയോടുകൂടെ നീ എന്ത് ചെയ്യും? കർത്താവിന്റെ വേല ചെയ്യും. പക്ഷെങ്കില് നമ്മൾ ആയിരിക്കും ആലോചിച്ച് നോക്കണേ, ഈ പാസ്റ്റർ മോൻ എന്ത് സംഭവിച്ചെന്നറിയാമോ? സാത്താന്റെ ഒരു വഞ്ചന. വലിയൊരു യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം പഠിച്ച യൂണിവേഴ്സിറ്റി 10,000 ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു ധ്യാനഗുരു വന്നിങ്ങനെ സംസാരിച്ചു. ധ്യാനഗുരു നേരെ ഇവന്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്താ പറഞ്ഞേ? നേരെ ഇവന്റെ മുഖത്തോട്ട് മാത്രം നോക്കിയിട്ട് പറഞ്ഞു 2 കാര്യം പറഞ്ഞു. ഇദ്ദേഹത്തിന് മാത്രം അറിയാവുന്ന 2 കാര്യം. അപ്പൊ വിചാരിച്ചോടാ, ഈ ധ്യാനഗുരു ഭയങ്കര, എന്റെ പപ്പായെക്കാട്ടിലും, പപ്പ പാസ്റ്ററാ പുള്ളിയുടെ, എന്റെ പപ്പായെക്കാട്ടിലും വലിയ ആളാ ഈ ഇരിക്കുന്നവൻ. സാത്താന്റെ വഞ്ചനകള്. അവന് ചില കാര്യങ്ങളൊക്കെ അവന് ആക്സസ് ഉണ്ട്. ഈ ശൗമയിൽ നിന്ന് വെളിച്ചപ്പാടത്തികളെ വിളിച്ചപ്പോഴേ ദുരാത്മാവ് ഇറങ്ങി വന്ന മാതിരി ചില കാര്യങ്ങൾക്ക് സാത്താൻ ആക്സസ് ഉണ്ട്. സാത്താൻ അറിയാം ചില കാര്യങ്ങളൊക്കെ. അവന് ഇച്ചിരി ജ്ഞാനസമ്പൂർണനായിട്ടൊക്കെ അവനെ നിർമ്മിച്ചതാ. അവനപ്പൊ സ്വർഗത്തിലൊക്കെ അവൻ ചെന്നിട്ട് നമ്മുടെ കുറ്റമൊക്കെ ചെന്ന് പറയും, നമ്മുടെ കുറ്റം അവനെങ്ങനെ മനസ്സിലാക്കി? അപ്പോൾ ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കയറി കാര്യങ്ങൾ സാത്താൻ നമ്മുടെ പുറത്തുനിന്ന് അവന് അകത്ത് കയറാനുള്ള പെർമിഷൻ ഇല്ല. ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചുകൊണ്ട് ചെന്ന് ദിവസത്തിൽ എങ്ങനെയാ വെളിപാട് ദിവസത്തിൽ എങ്ങനെയാ എഴുതിയിരിക്കുന്നേ? രാപ്പകൽ കുറ്റം ചുമത്തുന്ന അപവാദി, ഇല്ലേ? 10-ാം അധ്യായത്തിലെ രാപ്പകൽ കുറ്റം ചുമത്തുക. അപ്പൊ ഈ അപവാദി ചില കാര്യങ്ങളൊക്കെ ആക്സസ് ഉണ്ട്. അപവാദി പറഞ്ഞ് ഇതുവരെ അങ്ങ് വിശ്വസിച്ചു പോയി. ഈ പാസ്റ്റർ ആയിരുന്നപ്പോഴേ, ഇപ്പം പാസ്റ്ററാണ്, വിശ്വസിച്ചു പോയി. ആ സാത്താന്റെ കണിയിലായി. അവസാനം 3 അടി കിട്ടിയപ്പോഴത്തേക്ക്, എല്ലാം ഞാൻ പറഞ്ഞില്ല, 3 അടി കിട്ടിയപ്പോഴത്തേക്ക്, 2ാമത്തെ അടി കിട്ടിയപ്പോഴത്തേക്ക് ആളിന് മനസ്സിലായി
ഇനി നിൽക്കാവതല്ല, മൂന്നാമത്തെ അടിക്കുമ്പേ ഏറ്റു പറഞ്ഞു, ഹല്ലേലൂയ, കർത്താവേ നീ എന്നെ രക്ഷിച്ചാലും വിടുവിച്ചാലും വിടുവിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ സേവ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന് കണ്ടില്ലേ, അന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതാണ് ക്രിയ ചെയ്യുന്നത്. നാം നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, കർത്താവിനായി സമർപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി എന്ത് ചെയ്യുക? നമ്മില് ആരാധിക്കുക. നിങ്ങൾ ആരംഭിക്കുക. നിങ്ങളിൽ ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ അതിന്റെ നാളോളം നമ്മെ തികയ്ക്കും. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശുദ്ധീകരിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, നീതീകരിക്കാൻ വേണ്ടി നാം നമ്മെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ഹല്ലേലൂയ, ദൈവം എന്ത് ചെയ്യുക? അവിടുത്തെ ആ നീതീകരണം നമ്മളിൽ സ്റ്റാർട്ട് ചെയ്യുക. നാം അത് ഒബേ ചെയ്യുമ്പോൾ, റോമാലേഖനത്തിലെ 12:1 അവിടെ ഒരു വാക്യം ഇങ്ങനെ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ മനസ്സൊന്ന് പുതുക്കണം. ആ വിളിയാലുള്ള ആശ, മനസ്സ് പുതുക്കാന്ന് പറഞ്ഞാൽ അവന്റെ വിളിയാലുള്ള ആശയൊന്ന് അറിയണം, ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം, അവന്റെ വിശ്വാസത്താൽ വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം ഒന്ന് നിങ്ങൾ അറിയണം. അവൻ പൗലോസ് പറയുന്നത് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ ഒന്ന് അറിയണം. നാം ഇത് എട്ടും പൊട്ടും അറിയാതെ ചിലരുണ്ടല്ലോ, പ്രവാചകന്മാരൊക്കെ പറയുന്നത് ശരിയാ, പ്രവാചകന്മാരൊക്കെ ദൂതൊക്കെ പറയും, നമ്മൾ അതിൽ തന്നെ എന്തെങ്കിലും ഒന്നുണ്ട് പ്രവാചകൻ കേട്ട പ്രവാചകൻ അങ്ങനെയല്ല. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിക്കുന്നത്, എന്നെ ഞാൻ എന്ത് ചെയ്യാം? മരുഭൂമിയിൽ കൊണ്ടുപോയി നിന്നോട് ഹൃദ്യമായി നിന്നോട് സംസാരിക്കും. നാമും ദൈവവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ഉണ്ടാകത്തിടത്തോളം കാലം എന്ത് ചെയ്യാം? നാമും ദൈവത്തെ നമ്മളിങ്ങനെ ചുമ്മാതെ കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറഞ്ഞ മാതിരി ആയിരിക്കും നമ്മുടെ ക്രിസ്തീയ ജീവിതം. നാമും ദൈവമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ്, ഒരു സ്ട്രോങ് ഒരു റിലേഷൻഷിപ്പ്. അതാണ് പറഞ്ഞ, മുൻ നിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചിരിക്കുന്നു. ഈ ഒരു നീതീകരണം ഈ അങ്കി അലക്കി വെളുപ്പിക്കാത്തിടത്തോളം കാലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? തേജസ്കരണം കിട്ടത്തില്ല. ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു ശുദ്ധ ദൈവത്തിന്റെ നാം നമ്മെ തന്നെ ഒരു ദൈവത്തിന്റെ ആലയമാക്കി മാറ്റുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലെ വസിക്കും. ഒരു സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചത് അതാണ്. അല്ലെങ്കിൽ ആ ആത്മാവിന്റെ പുതുക്കം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ കർത്താവിന്റെ വരവിൽ കാഹളനാദം കേൾക്കുമ്പോൾ ആ കാഹളനാദം പോലും നമുക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതാണ് പറഞ്ഞത്, അന്നേരം നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ആ പരിശുദ്ധാത്മാവാണ് യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ്. നിങ്ങൾ എന്ത് ചെയ്യാം? നമ്മളിൽ ക്രിയ ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നേ? ഈ കാഹളനാദം കേൾക്കുമ്പോൾ ഈ ശരീരം എന്ത് ചെയ്യുക? ആ രൂപാന്തരം പ്രാപിച്ച് മുകളിലോട്ടൊന്ന് പൊങ്ങണമെങ്കിൽ, ഹല്ലേലൂയ, എന്താണ് പറയുന്നത്? ആ പൊങ്ങാനുള്ള ശക്തിക്കാണ് പറയുന്നത് പുനരുത്ഥാനത്തിന്റെ ശക്തി. യേശുവിനെ മരിച്ചവരുടെ ആ വാക്യം ഫിലിപ്പിയ ലേഖനം 3:21 വാക്യമാണ്. നിങ്ങളുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോടെ അനുരൂപമാക്കി മാറ്റും. അതാണ് ഈ തേജസ്കരണം. ആ തേജസ്കരണം നമ്മളിൽ പ്രാപിക്കണമെങ്കിൽ ആത്മാവ് തോന്നി ഞരങ്ങിക്കൊണ്ടിരിക്കുക. തേജസ്സാകുന്ന ആ തേജസ്കരണം കിട്ടാൻ വേണ്ടി, ആ തേജസ്കരണം നമ്മുടെ ശരീരത്തിൽ, ആരുടെ ശരീരത്താണ് സംഭവിക്കുന്നത്? ആരുടെ ജീവിതത്തിലാണ് സംഭവിക്കുന്നത്? ഈ അങ്കി അളക്കി വെളുപ്പിച്ച് കന്നെത്താൻ വിശുദ്ധീകരിച്ച് ഒരു സാന്റിഫിക്കേഷൻ, ഹല്ലേലൂയ, ഒരു ശുദ്ധീകരണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹല്ലേലൂയ, ദൈവം നമുക്ക് എന്ത് ചെയ്യാം? ദൈവത്തിന് വേണ്ടി റെഡി ആയിരിക്കുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. അതിനുവേണ്ടി കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്ത് ചെയ്യുക? ഒരു നല്ല പ്രവൃത്തി ആരംഭിച്ചത്. ഹല്ലേലൂയ. ഗലാത്യലേഖനത്തിൽ പറയുമ്പോഴേ ഇങ്ങനെയാണ്, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നു. അതിന്റെ അടുത്ത വാക്യം കൂടെ ഗലാത്യലേഖനം 2:19. എന്നിൽ ഇപ്പോൾ ഞാൻ ജീവിക്കേണ്ടതിന് ന്യായപ്രമാണത്താൽ ന്യായപ്രമാണ സംബന്ധമായി മരിച്ചു. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രയേ ജീവിക്കുന്നത്. ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. അവിടെ ദൈവപുത്രനിലുള്ള വിശ്വാസം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത് ദൈവത്തിലുള്ള ആശ്രയമാണ്. എന്ത് പ്രതികൂലം വന്നാട്ടെ, മലയിലയാലും ആ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മധ്യം ഉണ്ട്, ദൈവത്തിലുള്ള ആശ്രയം. എന്തെങ്കിലും ആ വിഷയം വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് നെഞ്ചത്തടിച്ച് ഭാരപ്പെടാതെ, കർത്താവേ നീ സകലം അറിയുന്നല്ലോ, ഞാനിത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു, നിന്റെ ഭാരം യഹോവയിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ
പുലർത്തും, നീതിമാൻ കുലുങ്ങി പോവാൻ ഒരു നാളും സമ്മതിക്കയില്ല. ഈ വചനം നമ്മൾ അങ്ങോട്ട് ഏറ്റെടുത്തിട്ട് കർത്താവേ ആ കൃപ അപ്പൊ ധൈര്യത്തോട് നിന്റെ പത്രോസും പൗലോസും ധൈര്യത്തോടെ ദൈവവചനം സുവിശേഷം അറിയിക്കുവാനുള്ള കൃപ കർത്താവേ നീ തരണമേ. ആ കൃപ കർത്താവേ, നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ കൃപയുണ്ട്. കർത്താവേ, എനിക്ക് ബലഹീനതയാ, എനിക്കിത് ചിലപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പൗലോസ് പറഞ്ഞ ഒരു ശൂലം തന്നിരിക്കുന്നു. അപ്പൊ ആ കൃപയൂടെ തന്നാല് ആ ശൂലത്തിന്റെ ആ മുള്ളിന്റെ മുകളിൽ എന്ത് ചെയ്യാം? ദൈവത്തിന്റെ കൃപ ഇരിക്കുക. നമുക്കതെല്ലാം. അപ്പം പൗലോസ് വീണ്ടും എന്താ പറയുന്നത്? ഓ, എന്റെ ബലഹീനതയിൽ ഞാൻ പ്രശംസിക്കും, ഞാൻ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ശക്തനാകുന്നു. ഹല്ലേലൂയ. നാം ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ചിലപ്പോൾ ദൈവം പൗലോസ് ജീവിതത്തില് എന്താണ് ഒരു മുള്ളു കൊടുത്ത എന്തിനാ? നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി, ഇല്ലേ? 2 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ എഴുതിയിട്ടുണ്ട്, നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി. ആ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി, വെളിപ്പാടിന്റെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ വേണ്ടി. അപ്പൊ ഈ ശൂലം കൊടുത്തിരിക്കുന്നത് അതിന് പുറത്ത് കർത്താവ് എന്ത് ചെയ്തു? ഒരു കൃപയൂടെ കൊടുത്തു, അത് സഹിക്കുവാൻ വേണ്ടി. അതാണ് പറഞ്ഞത്, ബലഹീനനായിരിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യാം? ശക്തൻ ആകുന്നു. ഹല്ലേലൂയ. നാം വിചാരിക്കുക നമുക്ക് കർത്താവ് ഒരിക്കലും നമുക്ക് സഹിച്ചുകൂടാത്ത പരീക്ഷയും മേളിൽ നമുക്ക് ദൈവം തരത്തില്ല. പരീക്ഷയോടുകൂടി എന്ത് ചെയ്യാം? പോക്കുവഴിയും കർത്താവ് ഒരുക്കും. ഹല്ലേലൂയ. അവിടുത്തെ കൃപ നമ്മൾ മേലുണ്ട്. കർത്താവിനോട് അല്ലെ യാചിക്കുക, കർത്താവെ തക്ക സമയത്ത് ആ കൃപ ലഭിപ്പാൻ, ആ സഹായത്തിനുള്ള വരം ലഭിപ്പാൻ, കർത്താവെ ഞാൻ ആ കൃപാസനത്തോട് അടുത്തു വരുന്നു കർത്താവെ എന്ന് പറയുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? ആ കൃപ നമുക്ക് തരും. നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, ഹല്ലേലൂയ, ആ മാറത്തടിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവേ നീ എന്നോട് കരുണ തോന്നണമേ നാം ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നിശ്ചയമായി ആ കൃപ തരും. ആ കൃപ നമ്മുടെ ബലഹീനതയിൽ എന്ത് ചെയ്യും? തികഞ്ഞു വരും. ഹല്ലേലൂയ. കുഞ്ഞാടിന്റെ രക്തത്താൽ അങ്ങനെയാണ് നാം അലക്കി വെളുപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആ ഒരു നീതീകരണം നമ്മൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സമാധാനം ആയിരിക്കാൻ കൊള്ളൂ. അല്ലെങ്കിൽ ആകെപ്പാടെ കൺഫ്യൂഷനാ. അപ്പം നാം ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. അതാണ് പറഞ്ഞത്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി എല്ലാം തന്നവൻ അതിനോടുകൂടി എന്ത് ചെയ്യാം? നൽകാതിരിക്കുമോ? ദൈവം നമുക്ക് തരും, അകൃപ നമുക്ക് തരും. അവൻ ശക്തീകരിക്കും. അവൻ ഒരിക്കലും നമ്മളെ അനാഥനായിട്ട് വിടത്തില്ല. ഹല്ലേലൂയ. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 6-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം ഒന്ന് വായിക്കും. 6:11. നിങ്ങളും ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. ആമീൻ. ഇവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങളിൽ ചിലർ ഈ വകക്കാരായിരുന്നു. ദുർനടപ്പുകാർ മേളിൽ എഴുതിയിട്ടുണ്ട്. ഒരു ഭയങ്കര ലിസ്റ്റ് അവിടെ എഴുതിയിട്ടുണ്ട്. എല്ലാം ഇപ്പം വായിക്കുന്നില്ല. എല്ലാം നമ്മളത് ഏതൊക്കെ നോക്കി എല്ലാം വായിക്കണ്ട. അവിടെ നമുക്ക് ഏതാ പറ്റിയെന്നുള്ളത് അവിടെ എഴുതി നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും, കർത്താവിന്റെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനത്തിലെ, ഹല്ലേലൂയ, ആ നാമം, അതിശയ നാമം, അത്ഭുത നാമം. കർത്താവെ നിന്റെ അടുക്കിലേക്ക് വരുന്നു, കർത്താവെ നിന്റെ മുഖത്തേക്ക് ഞാൻ നോക്കുന്നു, ഹല്ലേലൂയ, നിന്നാൽ ഞാൻ പെട്ടക്കുട്ട് നേരെ പാഞ്ഞെല്ലും. ഹല്ലേലൂയ. ദൈവത്തിലുള്ള ആശ്രയം, അവന്റെ നാമത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ദാവീദ് പറഞ്ഞ മാതിരി എന്താണ് പറഞ്ഞത്? നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിന്റെ ദൈവമായ യഹോവയുടെ നാമത്തിൽ പിശാചിനെ അവിടെ ജയിക്കുക. നാം യേശുവിന്റെ നാമം പറയുമ്പോൾ സകല നാമത്തെയും കീഴ്പ്പെടുത്തിയ ഒരു നാമത്തിൽ നാം ആശ്രയിക്കുക. പിന്നെ നമ്മൾ എന്ത് ചെയ്യുക? ആ അധികാരം കർത്താവ് നമുക്ക് തരിക. ശത്രുവിനെ എടുക്കണമെങ്കിൽ എന്ത് ചെയ്യാം? നസറനായ യേശുവിന്റെ നാമത്തില്. ഒരു കൂട്ടർ പറഞ്ഞു, ഏത് നാമത്തിലാ? പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തില്. കർത്താവിനെ അറിയത്തില്ല. അല്ലെങ്കിൽ നാമം കർത്താവുമായിട്ടുള്ള ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പാണ് അവിടെ. യേശുവിന്റെ നാമം എല്ലാവർക്കും പറ്റത്തില്ല. നാം കർത്താവുമായിട്ട് ആ രക്തത്തിൽ, ഹല്ലേലൂയ, ആ രക്തത്താൽ നാം ശുദ്ധീകരിക്കുമ്പോൾ, അവിടുത്തെ രക്തം നമ്മെ കഴിവെടുപ്പാക്കുമ്പോൾ ആ മലിനമായതെല്ലാം മാറുമ്പോൾ ഒരു ശുദ്ധ ഹൃദയം, അവിടെയാണ് യേശുവിന്റെ നാമം നമുക്ക് എടുക്കാൻ സാധിക്കുന്നത്. അടുത്ത വാക്യത്തിൽ അവിടെ വാക്യം പറഞ്ഞിരിക്കുന്നത്, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും. ഹല്ലേലൂയ. കർത്താവേ നിന്റെ ആത്മാവിനെ നാം അനുസരിക്കുക. അപ്പോഴാണ് ഈ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള ശുദ്ധീകരണം. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ ജലത്തിന്റെ ഗലാത്യ ലേഖനം 5 നിവർത്തിക്കയില്ല. റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നു, ഇപ്പോൾ ക്രിസ്തേശുവിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല.
ഈ മലയാളം പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ഒരു ശിക്ഷാവിധിയില്ല. വേർപാടുകാർ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എങ്ങനെയാണ്ട് സമ്മതിച്ചതാണ് ആളുകൾ പറയുന്നത്, എനിക്ക് അറിയില്ല. പക്ഷെങ്കിൽ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ ദോസ് ഹു വാക്ക് അക്കോർഡിംഗ് ടു ദി സ്പിരിറ്റ്, ആ വാക്യം താഴെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവർക്ക് റോമാലേഖനം 8-ാം അധ്യായത്തിലെല്ലാം വായിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. നമ്മൾ ഈ വചനം ഒരു ശിക്ഷാവിധിയുമില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അത് വായിക്കുമ്പോൾ എങ്ങനെയാ? ദോസ് ഹു വാക്ക് അക്കോർഡിംഗ് ടു ദി സ്പിരിറ്റ്. ആ വാക്യത്തിന്റെ താഴെ പിന്നെ അത് കൊണ്ടുവന്ന് ആ വാക്യം കൊണ്ടുവന്ന് എഴുതി വെച്ചിട്ടുമുണ്ട്, ഇല്ലേ? താഴോട്ട് വായിക്കുമ്പോൾ അറിയാം, അവിടെ ആത്മാവിനെ അനുസരിച്ച് നടക്കുമ്പോൾ ഒരു ശിക്ഷാവിധിയും ഇല്ല. ഈ വാക്യത്തിന്റെ ടോപ്പ് എടുത്തുകൊണ്ട് പോയിട്ട് ആളുകൾ പറയും, ഞാൻ ക്രിസ്തുവില്ല, എനിക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ത് ചെയ്യാ? ആത്മാവിനെ അനുസരിച്ച് നടക്കുക. കർത്താവിന്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച്, ഇല്ലേ? അതിന്റെ 11-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ജഡസ്വഭാവമുള്ളവർ ജഡത്തിന്, അതിന്റെ 2-ാം വാക്യത്തില് ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ഹല്ലേലൂയ. 9-ാം വാക്യത്തില് നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരിൽ നിങ്ങൾ ഉള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവൻ അല്ല. ഹല്ലേലൂയ. അപ്പൊ നാം ക്രിസ്തുവിന്റെ ആത്മാവിനെ എങ്കിലോ, അവിടെ താഴ്വാക്യം എഴുതിയിരിക്കുന്നു, ക്രിസ്തു നിങ്ങൾ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തയേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. നിങ്ങൾ അതിന്റെ 13-ാം വാക്യത്തിൽ നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവനേവനും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. ഹല്ലേലൂയ. അതിന്റെ 27-ാം വാക്യത്തില് നാം അവനോടുകൂടെ തേജസ് പിരിക്കേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാലത്രേ. താഴത്തെ വാക്യങ്ങളെല്ലാം നല്ല വാക്യങ്ങളാണ്. ഹല്ലേലൂയ. അവിടെ ഞാൻ സമയത്തിന്റെ ചുരുക്കം കൊണ്ട് അത് ഇവിടെ എല്ലാ വാക്യം വായിക്കുന്നില്ല. അവിടെ 22-ാം വാക്യത്തില് സർവ്വ സൃഷ്ടി ഇന്നുപോലെ ഞരങ്ങി ഈറ്റുന്നോടിയിരിക്കുന്നു, ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമും ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്തിന് കാത്ത ഉള്ളിൽ ഞരങ്ങുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളെല്ലാം നമ്മെ ഓർപ്പിക്കുന്നത്, ഹല്ലേലൂയ, നാം ഒരു ശുദ്ധീകരണം പ്രാപിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? തേജസ്കരണം സാധിക്കത്തുള്ളൂ. ഈ ശുദ്ധീകരണം പ്രാപിക്കുന്ന കർത്താവിന്റെ രക്തത്താൽ, കാൽവരി ക്രൂശിലെ രക്തത്താൽ, ഹല്ലേലൂയ, അവിടുത്തെ ആത്മാവിനെ നാം അനുസരിച്ച് നടക്കുമ്പോൾ, ഹല്ലേലൂയ, നമുക്ക് എന്ത് ചെയ്യാം? ആത്മാവിന് കീഴ്പ്പെട്ട് നടക്കുമ്പോൾ ആത്മാവ് നമ്മെ ശുദ്ധീകരിക്കും. ഹല്ലേലൂയ. വരിക എന്ന് മണവാട്ടിയും പറയുന്നു. ഹല്ലേലൂയ. ആത്മാവും പറയുന്നു, മണവാട്ടിയും പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ ആ ശബ്ദം, അതാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവത്തിന്റെ 7 ആത്മാവിന്റെ ഒരു വലിയൊരു പ്രോസസ്സ് ഈ ദിവസങ്ങളിൽ നമ്മൾ നടക്കണം. വെളിപ്പാട് പുസ്തകം തുടങ്ങുന്നത് തന്നെ 7 സഭകൾക്കുള്ള ദൂത, 7 നക്ഷത്രം 7 സഭകളുടെ ദൂതന്മാരാകുന്നു, 7 നിലകൾക്ക് 7 സഭകളാകുന്നു. ദൈവത്തിന്റെ ആത്മാവിന് 7 എന്ത് ചെയ്യാം? 7 ശുദ്ധീകരണ, 7 എന്താണ് ആത്മാവ് കൂടിയാണ് എന്ത് ചെയ്യുന്നത്? 7 എന്ന് പറയുന്നത് പെർഫെക്ഷനെ കാണിക്കുക. 7 കളർ കൂടി കഴിയുമ്പോഴേ എന്ത് ചെയ്യും? ഒരു കളറാകും. ഏതാ? വൈറ്റ്. ഈ 7 കളറിനെ എന്ത് ചെയ്യുക? വിബ്ജിയോർ, അതിനെ കറക്കുമ്പോഴേ അതെന്ത് ചെയ്യും? വൈറ്റ് ആയിട്ട് തോന്നും. അതുമാതിരിയാണ് ഈ പരിശുദ്ധാത്മാവിന്റെ 7 അവസ്ഥകൾ, 7 നിലകൾക്കെന്നൊക്കെ പറയുന്നത്. പരിശുദ്ധാത്മാവിന്റെ 7 പില്ലറ, അതിനെ എന്ത് ചെയ്യുക? ആ 7 കൂടെ കൂടുമ്പോഴാണ് പെർഫെക്റ്റ് ആകുന്നത്. അല്ലെങ്കിൽ അതാണ് ഈ 7 സഭകൾക്കും അന്ന് എഴുതിയിരിക്കുന്നത്. ഒരു സഭയ്ക്ക് എഴുതുമ്പോൾ പറയും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു, ഇല്ലേ? ഓരോ കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. എഫെസോസ് സഭയ്ക്ക്, പെർമോസ് സഭയ്ക്ക്, സ്മുർന്നയിലെ സഭയ്ക്ക് എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാം അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ വായിച്ച് മനസ്സിലാക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാകും, ഈ ആത്മാവ് എന്താണ് സഭകളോടെ പറയുന്നത്. നീ ഏതിൽ നിന്ന് വീണു? ഹല്ലേലൂയ. വേറൊരു സഭയോട് പറയുമ്പോഴേ എന്ത് ചെയ്യാം? നീ ഉടുപ്പും മലിനമാകാത്ത ചിലരിവിടെ ഉണ്ട്. ഹല്ലേലൂയ. ചിലരോട് പറയുമ്പോൾ നീ എന്ത് ചെയ്യാം? ലവോദിക്ക സഭയോട് പറയുമ്പോ എന്താ? നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല. ഹല്ലേലൂയ. അപ്പൊ ഈ നഗ്നതയൊക്കെ വെളിവാകാതെ വണ്ണം ഒരു ലേപനം, ആ പരിശുദ്ധാത്മാവിന്റെ ആ ലേപനം, ആ ശക്തി നമ്മളിൽ ഉണ്ടാകണം. ആ ജഡത്തെ അങ്ങോട്ട് മാറ്റി ഒരു തേജസിന്റെ ശരീരം നമുക്ക് കിട്ടാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവേ, നീ അതിനായി ഒരുക്കണമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഇറാനിൽ നാം വായിച്ചപ്പോഴേ
സമയമായോ? ഇറാനിലെ അനേകരെ കൊന്നു മുടുക്കി അവിടുത്തെ ഭരണകൂടം. ഈ വർഷം സ്റ്റാർട്ട് ചെയ്തു തന്നെ ഒരു യുദ്ധത്തിന്റെ സ്തുതിയുമായിട്ടാണ്. ലോകത്തിന് എന്ത് സംഭവിക്കാൻ വേണ്ടി നോക്കുക, എല്ലാം കർത്താവിന്റെ വരവിനെയാണ് എന്ത് ചെയ്യുന്നത്, വിളിച്ചറിയിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് വന്നോട്ടെ, ഏത് സമയം വന്നാട്ടെ, നാം റെഡിയാണോ? ഹല്ലേലൂയ. അതിനായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസം നമ്മെ ഒരുക്കുക. ഹല്ലേലൂയ. അവർ ഭൂമിയിൽ, വെളിപ്പാട് ദിവസം നമ്മൾ വായിച്ച വാക്യത്തില്, അവർ ഭൂമിയിൽ വാഴുന്നു. ഇന്ന് നാം ഭൂമിയിൽ എന്ത് ചെയ്യുക? ടെൻഷൻ അടിച്ചിരിക്കാനല്ല, ഭൂമിയിൽ വാഴാൻ വേണ്ടിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ വിളിച്ചത്. അതിനായി ദൈവത്തിന്റെ ശബ്ദം നമ്മളോട് പറയുന്നത്, ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം നമുക്ക് കാത്തുകൊള്ളാം. നീ എന്റെ വചനം കാത്തുന്നാണ്. ഹല്ലേലൂയ. സാക്ഷരതയെ കുറിച്ച്, നീ എന്റെ വചനം കാത്തുകൊണ്ടുന്നതിനാൽ ഭൂമിയിൽ വസിക്കുന്ന അവരെ പരീക്ഷിക്കേണ്ടതിന് വരുന്ന എല്ലാ പരീക്ഷകാലത്തും ഞാൻ നിന്നെ കാക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഫിലദൽഫിയ സഭയിലോട് എഴുതുമ്പോൾ അതാ കർത്താവ് വീണ്ടും പറയുന്നത്, നിന്റെ കിരീടം ആരും എടുക്കാതിരിപ്പാൻ നിനക്ക് ഉള്ളത് സൂക്ഷിച്ചോളാം. നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ വരുമ്പോൾ ഹല്ലേലൂയ ഞാൻ റെഡി ആയിട്ട് ആ ശബ്ദം കേൾക്കുമ്പോൾ അന്നേരം എണ്ണ എടുക്കാൻ ഓടിപ്പോകാതെ കർത്താവേ, ഹല്ലേലൂയ, ആ മണവാളനോടൊത്ത് ഹല്ലേലൂയ ആ മണിയറയിൽ പ്രവേശിപ്പാൻ കർത്താവേ, നീ എന്നെ മണവാട്ടിയാക്കി വിളിച്ചു വന്നല്ലോ കർത്താവേ. അവിടെ നാം വായിച്ച വാക്യത്തില് ജാതികളിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രങ്ങളിൽ നിന്നും വിളിച്ചു വരുത്തിയവരാണ് ഈ കുഞ്ഞാടിന്റെ രക്തത്താൽ എന്ത് ചെയ്തേ കഴിവിൽ പ്രാപിച്ചത്. നമ്മളെയും വിളിച്ചു വേർതിരിച്ചിരിക്കുക. ആ ദൈവിക, ആ സ്വർഗീയ രാജ്യത്തേക്ക് നമ്മെ ദൈവം കൊണ്ടുവന്നിരിക്കുക. നമ്മൾ ഇത്ര വലിയൊരു രക്ഷ എല്ലാവർക്കും ആർക്കും കിട്ടാത്ത ദൈവം നമ്മെ സ്നേഹിച്ചത് കൊണ്ടാണ്. ഈ രക്ഷ അപണ്യമാക്കിയാൽ എങ്ങനെ തെറ്റി ഒഴിയും. കർത്താവേ, ഹല്ലേലൂയ, നീ തന്ന രക്ഷാദാനം കർത്താവേ, അതിനാൽ പെർഫെക്റ്റ് ആയിട്ട് അതിനെ കാത്തു സൂക്ഷിച്ചുകൊണ്ട് നിത്യതയിൽ നമുക്ക് വേണ്ടി കർത്താവ് ജീവിക്കാൻ വേണ്ടി തന്ന ദാനമാ, ഗിഫ്റ്റ് ഓഫ് ഗോഡാ. ഒരിക്കലും നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഹല്ലേലൂയ, ഈ പ്രഭാത സമയം, സന്ധ്യാസമയം നിന്റെ പാദമെടുത്ത് ഞങ്ങളായിരിക്കുന്നു കർത്താവേ. ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളെ അങ്കി വെളുപ്പിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കുഞ്ഞാട് അറുക്കപ്പെട്ട് കർത്താവേ, കൽവറി ക്രൂശിൽ തന്റെ രക്തത്താൽ ഹല്ലേലൂയ ഞങ്ങളെ വീണ്ടെടുത്ത ദൈവത്തിന്റെ സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്കുള്ളവരല്ല കർത്താവേ, നിനക്കുള്ളവരാണ് കർത്താവേ. ഞങ്ങളൊരു നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ കർത്താവേ, അതിന്റെ നാളോളം തിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ. എന്റെ രക്തത്താലും ആത്മാവിനാലും ഞങ്ങളെ ശുദ്ധീകരിച്ചാട്ട് കർത്താവേ. ഹല്ലേലൂയ. ഓ യേശു ക്രിസ്തുവിലൂടെ മരിച്ച കർത്താവിന്റെ ആത്മാവിനനുസരിച്ച് ജീവിപ്പാൻ കർത്താവേ, പാപസംബന്ധമായി മരിച്ച കർത്താവേ, ആത്മാവിനനുസരിച്ച് ജീവിപ്പാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിച്ചാട്ട് കർത്താവേ. ഞങ്ങളുള്ള മല ഞങ്ങൾ അറിയുന്നില്ല കർത്താവേ. ഞാൻ നിന്നിൽ നിർമ്മല ജലം തളിക്കും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിന്നിൽ പകരും. ഹല്ലേലൂയ. ഓ, നീ എന്റെ കൽപ്പനകളിൽ, ഞാൻ നിന്റെ ചട്ടങ്ങളിൽ നിന്നെ നടക്കുമാറാക്കും എന്നുള്ള വചനപ്രകാരം കർത്താവിന്റെ ആത്മാവിടുത്തെ വചനപ്രകാരം ഞങ്ങളെ ജീവിക്കാൻ സഹായിച്ചാട്ട് കർത്താവെ. കാലം ധനിക്കുമ്പോ, ഓ മനുഷ്യരക്ഷയായി എടുക്കുമ്പോൾ, നീതിമാന്മാരുടെ അഭ്യുന്നതത്തിൽ കർത്താവെ, നീ ഞങ്ങളെ ചേർക്കുവാൻ കർത്താവെ വരുന്ന ദിവസമുണ്ടല്ലോ കർത്താവ്. ദിവസം വരെയും കർത്താവെ അതിനായി ഒരുങ്ങിയിരിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെ. അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു കർത്താവെ. അവനിൽ ഈ പ്രത്യാശയുള്ള നിർമ്മലനായിരിക്കുന്നതിന് തന്നെ നിർമ്മലിക്കുന്ന വചനപ്രകാരം ഞങ്ങളെ കഴിശുദ്ധീകരിച്ച് നിന്റെ രാജ്യത്തിനായ അവകാശികളാക്കി തീർത്താട്ടെ. ശത്രുവിന്റെ തന്നൊന്നും കർത്താവെ ഞങ്ങൾ ഭയപ്പെടാതെ മുമ്പോട്ട് പോകാൻ വേണ്ട ദൈവകൃപ കർത്താവെ. അല്ലെങ്കിൽ ദൈവമേ, നീ ദാനം ചെയ്യുന്നതിനായി സ്തോത്രം. ലൈനിലായിരിക്കുന്ന എല്ലാ പ്രിയമക്കളെയും കർത്താവ്, രോഗിൽ ബലയിലായിരിക്കുന്നവർക്കെല്ലാം പ്രാർത്ഥിക്കുന്ന കർത്താവെ, ദൈവത്തിന്റെ അമിതമായ കൃപ കൊടുത്താട്ടെ. ശക്തിയോടും കർത്താവെ, ധൈര്യത്തോടും കൂടെ കർത്താവിന്റെ നാമത്തിന് നിൽക്കുവാൻ വേണ്ട കൃപ കർത്താവ് കൊടുത്താട്ടെ. അതിലേടുന്ന കർത്താവിന്റെ ദാസിക്കായും സ്തോത്രം. എല്ലാവരും നേരത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കും മനോമോത്തം കർത്താവിനെ. നിങ്ങൾക്ക് വേണ്ടി ജീവൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ യാചിക്കുന്ന കൃപയായി കേൾക്കണമേ. ആമേൻ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു ജോജു ബ്രദറെ. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹിക്കപ്പെട്ട ദൈവീയ ആലോചനകളെ കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചല്ലോ. കർത്താവിന്റെ വലിയ സ്നേഹത്തെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കേട്ട വചനത്തിന് മുമ്പിൽ നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന വചനങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ നമ്മോട് സംസാരിപ്പാന്റെ കോണമടയായി തീർന്നല്ലോ. വെളിപ്പാട് പുസ്തകം 7-ാം അധ്യായം 5-ാം വാക്യം പറഞ്ഞു, അതുകൊണ്ട് ഹല്ലേലൂയ, അവർ ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപിൽ ഇരുന്ന് അവന്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. ഇനി അവർക്ക് വിശക്കുകയില്ല, ദാഹിക്കുകയില്ല, വെയിലും
യാതൊരു ചൂടും അവരെ തട്ടുകയില്ല. സിംഹാസനത്തിന് മധ്യയുള്ള കുഞ്ഞാട് അവരെ മേയിച്ച് ജീവജലത്തിന്റെ ഉറവിലേക്ക് നടത്തുകയും ദൈവം താൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. കേട്ട വചനത്തിന് മുമ്പ് നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഹല്ലേലൂയ. ദിവസമുള്ള വചനത്തിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. എല്ലാ തലങ്ങളിലും ഹല്ലേലൂയ വചനത്തിന്റെ വിടുതൽ ഏറ്റെടുത്ത് ഹല്ലേലൂയ കർത്താവിനോട് ശക്തമായി മുന്നേറുവാൻ ദൈവത്തിന്റെ ആത്മാ നമ്മെ സഹായിക്കേണ്ടതിനായി കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുവാൻ സംസാരിച്ച കർത്താവിന്റെ വീണ്ടും ദൈവം ശക്തിയോടെ കരങ്ങളെടുക്കുവാൻ ഹല്ലേലൂയ തന്റെ ശുശ്രൂഷ മേഖലകളിലൊക്കെ ദൈവ അത്ഭുതങ്ങളെ ചെയ്യുവാൻ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് ജോയിൻ ചെയ്ത എല്ലാ ദൈവമക്കളെ ദൈവദാസന്മാരെ ഓർക്കാം. കർത്താവ് വല്ലവരെ സഹായിക്കേണ്ട ആളസ്ഥലം കേരളത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ട വെച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ കൃപ ദൈവമായി പകരുവാൻ ദൈവ സാന്നിധ്യം കൊണ്ട് എല്ലാവരും നിറയ്ക്കേണ്ടതിനാൽ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ വിഷയങ്ങളെയും ഓർത്ത് ഇപ്പൊ ഇന്ദിര ആന്റി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇന്ദിര ആന്റി ലൈനിലുണ്ടോ? ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ.